അല്ലാഹു മനുഷ്യന് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുകയുണ്ടായി. വനഫ്സിൻ വമാ സവ്വാഹ, അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. മനുഷ്യന്റെ ആത്മാവിനെ സംവിധാനിച്ച രീതി തന്നെയാണ് സത്യം. വനഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യന്റെ ആത്മാവിനെ സംവിധാനിച്ച രീതി തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, അതിൻ്റെ നന്മയും അതിൻ്റെ തിന്മയും അല്ലാഹു ആത്മാവിന് ബോധം നൽകി, തിരിച്ചറിവ് നൽകി, ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന്. ഓരോ മനുഷ്യനെ അല്ലാഹു സൃഷ്ടിക്കുമ്പോഴും നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള പ്രത്യേകമായൊരു കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്നാണ്. അവന്റെ ഡിഫോൾട്ടായിട്ടുള്ള സെറ്റിംഗ് തന്നെ എങ്ങനെയാണ്? ചില ഫോണുകൾ വൈറസുകളെ പ്രതിരോധിക്കുന്നത് പോലെ, iOS ഉപയോഗിക്കുന്ന ആളുകളുണ്ടാകും, ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാകും. ആൻഡ്രോയിഡിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകൾ iOSൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഫോണുകൾക്ക് ഏത് ആപ്പുകൾ സ്വീകരിക്കണം, ഏത് തള്ളണം എന്നുള്ള ഒരു നിർദ്ദേശം അതിൻ്റെ ഡിഫോൾട്ട് സെറ്റിംഗിൽ തന്നെ നിർമ്മാതാക്കൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ മനുഷ്യൻ അല്ലാഹു സൃഷ്ടിക്കുമ്പോൾ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള പ്രത്യേകമായൊരു കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നാണ്. الإثم ما حاك في صدرك وكرهت أن يطلع عليه الناس. തിന്മ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒന്നാണ്. തിന്മ ചെയ്തവന് അസ്വസ്ഥതയുണ്ടാവും, ഒരു ചൊറിച്ചിലുണ്ടാവും. ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അസ്വസ്ഥത ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവും. ഇദാ സറത്തുഹു ഹസനതുഹു വസാഅതുഹു സയ്യിഅതുഹു ഫദാകൽ മുഅ്മിൻ. ഒരു മനുഷ്യന് നന്മ ചെയ്യുമ്പോൾ സന്തോഷവും തിന്മ ചെയ്യുമ്പോൾ ഒരു അസ്വസ്ഥതയും തോന്നുന്നുവെങ്കിൽ അത് വിശ്വാസിയുടെ അടയാളമാണ്. അങ്ങനല്ലേ? ഇദാ സറത്തുഹു ഹസനതുഹു, ഒരു നന്മ ചെയ്യുമ്പോൾ നമ്മൾക്ക് സന്തോഷം ഉണ്ടാവും, നല്ലൊരു ഹാപ്പിയായ ഒരു മൊമെന്റ്, ഒരു സന്തോഷമുള്ളൊരു നിമിഷമായിരിക്കും അത്. നേരെ മറിച്ച് തെറ്റു ചെയ്തു കഴിഞ്ഞാൽ ഒരു അസ്വസ്ഥത, ഒരു ടെൻഷൻ. ഇങ്ങനെ ഈ 2 സ്വഭാവമുള്ള ആളുകളാണ് വിശ്വാസി. തെറ്റു ചെയ്തിട്ടും ഒരാൾക്ക് ദുഃഖമില്ലെങ്കിൽ അയാൾ വിശ്വാസിയല്ല എന്നാണ് അർത്ഥം. ഞാൻ പറയുമ്പോൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും, ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട്, എനിക്കൊരു ദുഃഖവും തോന്നുന്നില്ലല്ലോ, ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു അസ്വസ്ഥതയും ഫീൽ ആവുന്നില്ലല്ലോ, ഒരു ടെൻഷനും എനിക്ക് തോന്നുന്നില്ലല്ലോ. ഹൃദയത്തിൽ ഈമാൻ ഇല്ല എന്നതിൻ്റെ ലക്ഷണമാണത്. ഒരൽപ്പമെങ്കിലും ഹൃദയത്തിന്റെ അടിത്തട്ടിലെങ്കിലും ഈമാനിന്റെ ഒരു കണികയുണ്ടെങ്കിൽ തെറ്റ് ചെയ്യുമ്പോൾ അവനറിയാതെ അസ്വസ്ഥനാകും, അവനറിയാതെ അവന്റെ ഹൃദയം വെമ്പൽ കൊള്ളും, ഒരു വേദന കൊണ്ട് ഹൃദയം എന്താ പറയാ, പ്രകമ്പനം കൊള്ളും. അപ്പോ ഇദാ സറത്തുഹു ഹസനതുഹു വസാഅതുഹു സയ്യിഅതുഹു, തെറ്റുകൾ ചെയ്യുമ്പോൾ വേദനയും നന്മ ചെയ്യുമ്പോൾ സന്തോഷവും തോന്നുന്നവനാണ് വിശ്വാസി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് തെറ്റ്? അൽ ഇസ്മു മാ ഹാക ഫീ സുദ്രിക്. തെറ്റും ശരിയും തേടി എവിടെയും പോവേണ്ട ആവശ്യമില്ല. അതെനിക്കറിഞ്ഞില്ലല്ലോ, അത് തെറ്റാണ്, അത് പാടില്ല എന്നെനിക്കറിഞ്ഞില്ലല്ലോ, അറിയാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. അൽ ഇസ്മു മാ ഹാക ഫീ സുദ്രിക്.
നിന്റെ ഹൃദയത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നത് തെറ്റാണ്. നീ ഒരു കാര്യം ചെയ്യുമ്പോ, നീ ഒരു പ്രവർത്തനം ചെയ്യുമ്പോ അതിൽ നിനക്ക് ഒരു വേവലാതി അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത, ഒരു പരിഭവം നീ അനുഭവപ്പെടുന്നുവെങ്കിൽ അത് തെറ്റാണ്. അത് മാത്രമല്ല, ജനങ്ങൾ കാണുന്നതിനെ നീ വെറുക്കുകയും ചെയ്യുന്നു. 2 റക്അത്ത് നിസ്കരിക്കുമ്പോ ജനങ്ങൾ കണ്ടാൽ എന്താ, നമ്മളിത് വെറുക്കൂല. ഒരു 10 രൂപ സ്വതക്ക കൊടുക്കുമ്പോ ജനങ്ങൾ കണ്ടാൽ എന്താ, നമ്മൾ വെറുക്കൂല. ജനങ്ങൾ കണ്ടാൽ കുഴപ്പമില്ല. നേരെ മറിച്ച് ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് ഏതെങ്കിലും സുന്ദരികളായ സ്ത്രീകൾ കടന്നു പോകുമ്പോ വായ നോക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകളെ നേരാംവണ്ണം നോക്കിയിട്ടേ വായ നോട്ടം സംഭവിക്കുള്ളൂ. അവിടെ എന്തുകൊണ്ടാണ്? ഇപ്പുറത്തുള്ള ആളുകൾ കാണുമോ എന്നൊരു ബേജാറ്, ഇപ്പുറത്തുള്ള ആളുകൾ കാണുമോ എന്നുള്ളൊരു ബേജാറ്, അതാണ് തെറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും തിരിച്ചറിയാനുള്ളൊരു കഴിവ് അള്ളാഹു മനുഷ്യന് കൊടുത്തിട്ടുണ്ടെന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനഫ്സിൻ വമാ സവ്വാഹാ. അല്ലാഹു തആലയാണ് നമ്മുടെ ആത്മാവിനെ, നമ്മുടെ റൂഹിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഹൃദയത്തെ സംവിധാനിക്കുന്നത്. ആ സംവിധാനിച്ച രീതി തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. എന്നിട്ട് ആ ആത്മാവിനെ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് അല്ലാഹു നൽകി. ഖദ് അഫ്ലഹ മൻ സക്കാഹാ. അതിൽ ആരാണ് നന്മയെ തെരഞ്ഞെടുക്കുന്നത്? ആ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നവൻ ആരാണ്? മൻ സക്കാഹാ. സക്കാഹ, അവന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നവൻ, അവനാണ് വിജയി. ശുദ്ധീകരിക്കണമെങ്കിൽ അവിടെ ഒരു കളങ്കമുണ്ടാവണം. കളങ്കമില്ലാത്തതിന് ശുദ്ധീകരിക്കാൻ കഴിയില്ല. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നവനാണ് വിജയി. അഥവാ തെറ്റുകൾ വരുമ്പോ അതിനെ ശുദ്ധീകരിക്കുന്നവനാണ് വിജയി. വഖദ് ഖാബ മൻ ദസ്സാ. അതിനെ കളങ്കപ്പെടുത്തുന്നവനാണ് പരാജയപ്പെട്ടവൻ. ആ ഹൃദയത്തെ കളങ്കപ്പെടുത്തി ഹൃദയത്തിന്റെ നിറം തന്നെ മങ്ങലേൽപ്പിക്കുന്ന ആളുകളാണ് പരാജിതർ. ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള വഴി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോ അതിന്റെ ശിക്ഷ പാരത്രിക ലോകത്ത് അനുഭവിക്കും എന്ന് നമ്മൾ പഠിച്ചതാണ്. പക്ഷേ ഒരു തെറ്റിന് അല്ലാഹു ഭൂമിയിൽ നൽകുന്ന ശിക്ഷയെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നന്മയും തിന്മയും. ഒരാൾ നന്മ ചെയ്യാൻ തീരുമാനിച്ചു, ഒരാൾ തീരുമാനിച്ചു, അയാൾ ചെയ്തില്ല. നന്മ ചെയ്യാൻ തീരുമാനിച്ചു, ചെയ്തില്ല. അല്ലാഹു അയാൾക്ക് ഒരു പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരു പ്രതിഫലം. പള്ളിയിലേക്ക് വരുമ്പോ, വഅദിന് വരുമ്പോ 1000 രൂപ കൊണ്ടുവരണം എന്ന് ഇന്നലെ കരുതി. വഅദ് കഴിയുമ്പോ ഇന്ന് കൊണ്ടുവന്നില്ല. അയാൾക്ക് അല്ലാഹു ഒരു പ്രതിഫലം നൽകും. അയാൾ നന്മയെ കരുതിയതിന്റെ പേരിൽ, നന്മ ചെയ്യണം എന്ന് ആഗ്രഹിച്ചതിന്റെ പേരിൽ. നേരെ മറിച്ച് ഒരാൾ തെറ്റു ചെയ്യാൻ തീരുമാനിച്ചു. നാളെ വഅദിന് പോകുന്നില്ല, നാളെ വേൾഡ് കപ്പ് ഫൈനൽ നടക്കല്ലേ, ടൗണിൽ പോയാല് നല്ല സ്ക്രീൻ ഉണ്ടാകും, അവിടെ പോയിട്ട് കളി കാണണം എന്നൊരാൾ തീരുമാനിച്ചു. പിന്നെ അയാൾ തീരുമാനം മാറ്റി, വഅദിന് വന്നു. തെറ്റു ചെയ്യാൻ തീരുമാനിച്ച ഒരാള്, തെറ്റെന്നല്ല, തെറ്റ് ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചു. എന്തെങ്കിലും ഒരു വേണ്ടാത്ത ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചു. പിന്നെ അയാൾ വേണ്ടാന്ന് വെച്ചു. എങ്കിലും അയാൾക്ക് അല്ലാഹു ഒരു കൂലി നൽകുമെന്നാണ്, ഒരു പ്രതിഫലം അല്ലാഹു നൽകുമെന്നാണ്. തെറ്റു ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷെ ചെയ്തില്ല, അല്ലാഹു അയാൾക്കൊരു പ്രതിഫലം തരും. ഇനി ഒരാൾ നന്മ ചെയ്യാൻ തീരുമാനിച്ചു, ആ നന്മ അയാൾ ചെയ്യുകയും ചെയ്താൽ അല്ലാഹു തആല അയാൾക്ക് 2 പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നന്മ ചെയ്യാൻ തീരുമാനിച്ചു, അയാൾ അത് ചെയ്തു എങ്കിൽ 2 പ്രതിഫലം. അതേപോലെ തിന്മ ചെയ്യാൻ തീരുമാനിച്ചു, അയാൾ തിന്മ ചെയ്താൽ അയാൾക്കൊരു തെറ്റാണ് അല്ലാഹു നൽകുന്നത്. ഒരു തെറ്റ്, 2 തെറ്റില്ല. എത്രത്തോളം അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നു, എത്രത്തോളം അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതിന്റെ വളരെ മനോഹരമായ ഹദീസാണിത്. അല്ലേ? തെറ്റു ചെയ്യാൻ തീരുമാനിച്ചു, ചെയ്തില്ല, അയാൾക്ക് കൂലിയാണ്, അയാൾക്ക് ശിക്ഷയില്ല. തെറ്റു ചെയ്യാൻ തീരുമാനിച്ചു, തെറ്റ് ചെയ്തു എങ്കിൽ ഒരു ശിക്ഷ, ഒരു തെറ്റാണ്. നന്മ ചെയ്യാൻ തീരുമാനിച്ചു, ചെയ്തില്ല, ഒരു പ്രതിഫലം. നന്മ ചെയ്യാൻ തീരുമാനിച്ചു, നന്മ ചെയ്തു എങ്കിൽ 2 പ്രതിഫലം. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ. നമ്മൾ അങ്ങനെ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് ദുആഇന്റെ അർത്ഥം? അല്ലാഹുവേ നീ എളുപ്പമാക്കണം. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ. അല്ലാഹുവേ നീ എളുപ്പമാക്കണം, നീ ഞങ്ങളെ പ്രയാസപ്പെടുത്തരുത് എന്നാണ് രണ്ടാമത്തെ ആ വാക്കിന്റെ അർത്ഥം. നീ ഞങ്ങളെ പ്രയാസപ്പെടുത്തരുത്. നമ്മൾ മലയാളികളൊക്കെ ഇങ്ങനെയാ ദുആ ചെയ്യാറുള്ളത്, പക്ഷേ അറബികൾക്ക് ഇങ്ങനെ ദുആ ചെയ്യുന്നത് ഇഷ്ടമല്ല. നമ്മൾ അങ്ങനെയല്ലേ ദുആ കേട്ടത് ചെറുപ്പം മുതൽ തന്നെ? അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് എളുപ്പമാക്കണം, എളുപ്പം നൽകണം. വലാ തുഅസ്സിർ, നീ ഞങ്ങളെ പ്രയാസപ്പെടുത്തരുത്. അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല എന്ന് അറബികൾ പറയും. അവർ പറയുന്നത് അല്ലാഹുമ്മ യസ്സിർ വ അബ്ഇദ് അന്നൽ ഉസ്റ എന്ന് പറയണം. വലാ തുഅസ്സിർ എന്ന് പറയരുത്. എന്താണ് പ്രശ്നം? അങ്ങനെ പറഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? വലാ തുഅസ്സിർ എന്ന് പറഞ്ഞാൽ അല്ലാഹു പ്രശ്നമുണ്ടാക്കുന്നവനല്ല, അല്ലാഹു നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നവനല്ല. ആ ദുആഇന്റെ അർത്ഥം അല്ലാഹു പ്രയാസപ്പെടുത്താൻ നിൽക്കുന്നത് പോലെ ഒരർത്ഥം ആ പ്രാർത്ഥനയ്ക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെയല്ല ദുആ ചെയ്യേണ്ടത്. വലാ അബ്ഇദ് അന്നൽ ഉസ്റ, പ്രയാസത്തെ ഞങ്ങളിൽ നിന്ന് അകറ്റണം എന്ന് ദുആ ചെയ്യണം എന്ന് അറബികൾ തെറ്റ് തിരുത്തി തരും. മനസ്സിലായോ? മനസ്സിലായോ? അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ. തുഅസ്സിർ, പടച്ചോനെ ഞങ്ങളെ പ്രയാസപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അല്ലാഹു പ്രയാസപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്, അല്ലേ? വലാ തുഅസ്സിർ, എന്നെ അടിക്കരുത് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അയാൾ അടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരാൾ അടിക്കാൻ വരാൻ, അയാളോടാണ് നമ്മൾ പറയുന്നത് എന്നെ അടിക്കരുത്. അപ്പൊ വലാ തുഅസ്സിർ, എന്നെ പ്രയാസപ്പെടുത്തരുത് എന്ന് പറയുമ്പോൾ അല്ലാഹു പ്രയാസപ്പെടുത്താൻ കാത്തു നിൽക്കുന്നത് പോലെ നമ്മൾ അങ്ങനെയാണ് അല്ലാഹുവിനെ മനസ്സിലാക്കിയത്. അറബികൾ തിരിച്ചറിഞ്ഞതുപോലെ നമ്മൾ മലയാളികൾ അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവർ പറയും വഅബ്ഇദ് അന്നൽ ഉസ്റ, പടച്ചോനെ പ്രയാസത്തെ എന്നിൽ നിന്ന് നീ അകറ്റണം, നീ എന്നെ പ്രയാസപ്പെടുത്തരുത് എന്ന് ദുആ ചെയ്യാൻ പാടില്ല. അല്ലാഹു അങ്ങനെയാണ്. എങ്ങനെയെങ്കിലും മനുഷ്യനെ രക്ഷപ്പെടുത്താനാണ് അല്ലാഹു ശ്രമിക്കുന്നത്. ഇവിടെ തന്നെ അതിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് ഈ ഹദീസ്. നന്മ ചെയ്യാൻ തീരുമാനിച്ച് നന്മ ചെയ്തില്ലെങ്കിൽ അല്ലാഹു ഒരു പ്രതിഫലം നൽകുന്നു. തെറ്റു ചെയ്യാൻ തീരുമാനിച്ച് തെറ്റു ചെയ്തില്ലെങ്കിൽ അല്ലാഹു ഒരു പ്രതിഫലം നൽകുന്നു. എത്ര മനോഹരാണ്! തെറ്റു ചെയ്യാൻ തീരുമാനിച്ചു, തെറ്റു ചെയ്തില്ല, അല്ലാഹു അയാൾക്കൊരു പ്രതിഫലം നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾക്ക് പാളിച്ച പറ്റിപ്പോയത്. അല്ലാഹുവിനെ തിരിച്ചറിയുന്ന സ്ഥലത്താണ് നമ്മൾക്ക് പിഴവ് പറ്റിപ്പോയത്. അല്ലാഹു പറയുന്നുണ്ട്, അന ഇൻദ ലന്നി അബ്ദി ബി ഫല്യളുന്ന ബി മാ ഷാ. എങ്ങനെയാണോ എന്റെ അടിമ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത്, അതേപോലെയാണ് ഞാൻ എന്റെ അടിമയോട് പെരുമാറാൻ പോകുന്നത്. അന ഇൻദ ലന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതേപോലെയാണ് ഞാൻ എന്റെ അടിമകളോട് പെരുമാറാൻ പോകുന്നത്. അല്ലാഹുവിനെ കുറിച്ച് നല്ല ചിന്തയാണെങ്കിൽ അല്ലാഹു അയാളോട് നല്ല രീതിയിൽ പെരുമാറും. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത മോശമാണെങ്കിൽ ആ ഒരു രീതിയിലാണ് അല്ലാഹു നമ്മൾക്ക് തിരിച്ച് നമ്മളോട് പെരുമാറുന്നത്. രോഗിയായ ഒരു മനുഷ്യനോട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രോഗിയായ ഒരു സ്വഹാബിയെ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. ആ മനുഷ്യനെ സന്ദർശിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അയാളോട് ചോദിക്കുന്നുണ്ട്, ഹൽ കുൻത തദ്ഉ ബിശൈഇൻ ഔ തസ്അലുഹു ഇയ്യാ.
അള്ളാഹുവിനോട് നീ വല്ലതും ചോദിക്കാറുണ്ടായിരുന്നോ? അള്ളാഹുവിനോട് വല്ലതും ദുആ ചെയ്യാറുണ്ടായിരുന്നോ? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അതേ അതേ നബിയെ, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നത്, അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ബിഹി ഫിൽ ആഖിറ ഫഅജ്ജിൽഹു ലീ ഫിദ് ദുനിയാ. അല്ലാഹുവേ, ഞാനൊരു തെറ്റു ചെയ്താൽ അതിന്റെ ശിക്ഷ നീ എനിക്ക് ആഖിറത്തിൽ നൽകുമല്ലോ. ആ ശിക്ഷയെ നീ ആഖിറത്തിലേക്ക് മാറ്റിവെക്കാതെ ദുനിയാവിൽ വെച്ച് തന്നെ എന്നെ ശിക്ഷിക്കണേ എന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. നിങ്ങളങ്ങനെ ദുആ ചെയ്യാറുണ്ടോ? നിങ്ങളങ്ങനെ ദുആ ചെയ്യും? ഈമാൻ കൂടിയിട്ടേ, ഈമാനും തഖ്വയൊക്കെ കൂടിയിട്ട് ദുനിയാവിൽ തന്നെ പഠിച്ചോ എന്നെ ശിക്ഷിക്കുക, ആഖിറത്തിലേക്ക് മാറ്റിവെക്കരുത് എന്ന് ദുആ ചെയ്യാറുണ്ടോ? ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നബിയെ, ആഖിറത്തിലേക്ക് എന്നെ ശിക്ഷിക്കാൻ വേണ്ടി എടുത്തുവെച്ച ശിക്ഷകളെല്ലാം ദുനിയാവിൽ വെച്ച് തന്നെ എന്നെ ശിക്ഷിക്കണേ എന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ലാ തുതീഖു, നിനക്കത് സാധിക്കൂല മോനെ. അല്ലാഹു ആഖിറത്തിൽ ശിക്ഷിക്കാൻ തീരുമാനിച്ച ശിക്ഷകൾ ദുനിയാവിൽ ശിക്ഷിക്കാൻ അല്ലാഹുവിനോട് നീ ആവശ്യപ്പെട്ടാൽ അത് താങ്ങാനുള്ള കഴിവ് നിനക്കില്ല. ലാ തുതീഖു, അത് സഹിക്കാൻ നിനക്ക് കഴിയില്ല. അതിന് പകരം എന്താ ചെയ്യേണ്ടത്? ഫലാ ഖുൽത, നിനക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൂടെ? അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിലും എനിക്ക് നീ നന്മ നൽകണേ അല്ലാ, ആഖിറത്തിലും എനിക്ക് നീ നന്മ നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൂടെ? എന്താ ആവശ്യം? ആഖിറത്തിലെ ശിക്ഷ ദുനിയാവിൽ തരണമെന്ന് ചോദിക്കേണ്ട ആവശ്യം എന്താ? ദുനിയാവിലും ശിക്ഷ തരണ്ട, ആഖിറത്തിലും ശിക്ഷ തരണ്ട എന്ന് ചോദിച്ചാ പോരെ? നബി തങ്ങൾ അങ്ങനെയാണ് സ്വഹാബിയോട് പറഞ്ഞത്, നിനക്ക് സാധിക്കൂല, അങ്ങനെയല്ല ദുആ ചെയ്യേണ്ടത്. അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയാ ഹസന, അല്ലാഹുവേ, ദുനിയാവിലും എനിക്ക് നീ നന്മ നൽകണേ അല്ലാ, വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും എനിക്ക് നീ നന്മ നൽകണേ അല്ലാ, വഖിനാ അദാബന്നാർ, നരകത്തിന്റെ അദാബിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യാനാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സ്വഹാബിയോട് ആവശ്യപ്പെടുന്നത്. പിന്നെ നബി തങ്ങൾ അദ്ദേഹത്തിന് ദുആ ചെയ്തു, അങ്ങനെ അദ്ദേഹത്തിന് ശിഫ ലഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഖുദ്സിയായ ഹദീസിലൂടെ, അന ഇൻദ വന്നി അബ്ദി ബി, എന്നെ കുറിച്ച് എന്റെ അടിമ എന്താണോ ചിന്തിക്കുന്നത് അതേപോലെയാണ് ഞാൻ അവനോട് പെരുമാറുന്നത്. അതുകൊണ്ട് ഫല്യലുന്നബി മാഷാ, എന്താണോ ഒരാൾക്ക് എന്നെ കുറിച്ച് ചിന്തിക്കാൻ ഇഷ്ടം അതേപോലെ ചിന്തിച്ചോട്ടെ. നിങ്ങൾക്ക് അല്ലാഹുവിനെ എങ്ങനെ മനസ്സിലാക്കാനാണോ താല്പര്യം അതുപോലെ മനസ്സിലാക്കിക്കോളി. ഏത് അല്ലാഹുവിനെയാണ് തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നത്, എന്നിട്ട് ഏത് റബ്ബിനെയാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത് അതുപോലെ തിരിച്ചറിഞ്ഞോളി. നിങ്ങൾ എന്നെ മനസ്സിലാക്കിയതുപോലെ തിരിച്ച് ഞാൻ നിങ്ങളോട് പെരുമാറും എന്നാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എങ്ങനെയെങ്കിലും മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരികയും തിന്മയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയും ചെയ്യാനാണ് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം. നമ്മളും അതേ ഒരു രീതിയിലാണ് അല്ലാഹുവിനെ കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു ദുനിയാവിൽ വെച്ച് ഒരു മനുഷ്യൻ തെറ്റു ചെയ്താൽ അല്ലാഹു ദുനിയാവിൽ എങ്ങനെയാണ് ആ തെറ്റിനുള്ള ശിക്ഷയായി അവനോട് പെരുമാറാൻ പോകുന്നത്. സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഖല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കാരണത്താൽ അവന്റെ ഹൃദയങ്ങൾ കറ പിടിച്ചു പോയിരിക്കുന്നു. ഒന്നാമത്തെ ശിക്ഷ മനുഷ്യൻ അല്ലാഹു തആല ഭൗതിക ലോകത്ത് നൽകുന്ന ഒന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തെ കറുത്ത ഹൃദയമാക്കി മാറ്റുക എന്നുള്ളതാണ്. കറ പിടിച്ച കളങ്കമുള്ള ഹൃദയമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഖല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, ഖല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ പ്രവർത്തിച്ചത് കാരണമായി അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുകയാണ്. സീസറൊക്കെ വലിക്കുന്ന ആളുകൾ
ബീഡി വലിക്കുന്ന ആളുകൾ, തുമ്മാൻ തിന്നുന്ന ആളുകൾ, അവരുടെയൊക്കെ പല്ലും ചുണ്ടും ശ്വാസകോശവും നാവും ഒക്കെ പല രീതിയിൽ കറകൾ പിടിച്ചിട്ടുണ്ടാവും. അതേപോലെ ഒരു മനുഷ്യൻ തെറ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് അവന്റെ ഹൃദയങ്ങൾ കറുത്തുപോകും എന്നാണ് അല്ലാഹു ഖുർആനിലും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലും പറയുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസുണ്ട്. ഇന്നൽ അബ്ദ, ഒരാൾ ഇദാ അഖ്തഅ ഖത്വീഅ, തെറ്റു ചെയ്താൽ നുക്തത ഫീ ഖൽബിഹി നുക്തതുൻ സൗദാ, അയാളുടെ ഓരോ തിന്മകൾക്കും അല്ലാഹു തആല ഹൃദയത്തിൽ കറുത്ത പുള്ളികൾ ഇട്ട് കൊടുക്കും. ഫഇദാ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബുഹു, അയാൾ തെറ്റിൽ നിന്ന് മാറി നിന്ന് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ ആ കറയെ അല്ലാഹു മായ്ച്ചു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഓരോ തെറ്റിനും ഓരോ കറകളുണ്ടെന്ന, പ്രത്യേകിച്ച് വൃദ്ധന്മാരായ ആളുകൾ, അവർക്കൊരു തെറ്റു ചെയ്താൽ അല്ലാഹുവിന്റെ മലായികകൾ ഉടനെ തന്നെ ആ തെറ്റിനെ രേഖപ്പെടുത്തുമെന്നാണ്. എന്നാൽ യുവാക്കളായ ആളുകൾക്ക് അല്ലാഹു തആല 3 അവസരം നൽകുമെന്ന് ഹദീസുകളിൽ കാണാം. 15-ന്റെയും 40-ന്റെയും ഇടയിലുള്ള പ്രായക്കാരാണ് യുവാക്കൾ എന്ന് പറയുന്നത്. ആ യുവാക്കളായ ആളുകൾക്ക് അല്ലാഹു തആല 3 ചാൻസുകൾ നൽകുന്നുണ്ട്, 3 അവസരങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമത്, അയാളൊരു തെറ്റ് ചെയ്യുമ്പോൾ മലക്കിനോട് പറയും എഴുതണ്ട, അവിടെ തൗബ ചെയ്ത് നന്നാകുമോ എന്ന് നോക്കട്ടെ, എഴുതണ്ട എന്ന് പറയും. പിന്നെയും അയാൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും മലക്കുകൾ രേഖപ്പെടുത്താൻ ശ്രമിക്കും, അപ്പോഴും പറയും വേണ്ട, രേഖപ്പെടുത്തണ്ട. അങ്ങനെ 3-ാമത്തെ തവണ അയാൾ തെറ്റ് ചെയ്യുമ്പോഴാണ് മലക്കുകൾ ആ തിന്മകളെ രേഖപ്പെടുത്തുന്നത് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അത് യുവാക്കളെ കുറിച്ചാണ്, വൃദ്ധന്മാരായ ആളുകളെ കുറിച്ചല്ല. സ്വാഭാവികമായി ഓരോ മനുഷ്യന്റെ ശരീരവും തിന്മയോട് താല്പര്യം കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് യൗവനകാലം എന്ന് പറയുന്നത് തിന്മയോട് പ്രവണതയുള്ള പ്രായമാണത്, കാലഘട്ടമാണത്. തെറ്റു ചെയ്യാനാണ് കൂടുതൽ താല്പര്യമുണ്ടാവുക. വാലിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അതുകളൊക്കെ എന്തിനാന്ന് ചോദിക്കും. എന്നാള് ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ വരുമ്പോ ആവേശത്തോടെ അതിനെ സ്വീകരിക്കും. ഇതിനിപ്പോ വാല്യൂ വെക്കേണ്ട ആവശ്യം? അങ്ങനെ ചോദിക്കും ചെറുപ്പക്കാരെ. എന്താ വാല്യൂ വെക്കേണ്ട ആവശ്യം? ഇത്രകാലം വാല്യൂ വെച്ചിട്ട് എന്തായി? ഇത്രകാലം വേൾഡ് കപ്പ് വെച്ചിട്ട് എന്തായി? അത് തിരിച്ചു വയ്ക്കാറുണ്ടോ? ഇത്രകാലം മെസ്സിയുടെയും ക്രിസ്ത്യാനോയുടെയും നെയ്മറിന്റെ ഒക്കെ കട്ടൗട്ട് ആകാശത്തേക്ക് ഉയർത്തി വെച്ചിട്ട് എന്തായിപ്പോ? കപ്പെടുത്ത് കൊണ്ടുവന്നു വെച്ചാളൊക്കെ കൊണ്ടുവന്നു. അഞ്ഞങ്ങാട് മുതൽ ചെർക്കള വരെയുള്ള ഓരോ ടൗണുകളിലും വലിയ വലിയ കട്ടൗട്ടുകൾ വെച്ചില്ലേ ലക്ഷങ്ങൾ ചെലവഴിച്ച് അവരൊക്കെ കപ്പ് കൊണ്ടുവന്നു. ആ ചോദ്യത്തിനൊന്നും ഉത്തരവില്ല. നന്മകളോട് വിമുഖത കാണിക്കുകയും തിന്മയോടൊരു പ്രവണത കാണിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് യൗവനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബുശ്ശാബ്ബ തായിബ്, തൗബ ചെയ്യുന്ന യുവാക്കളെ അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടമാണ്. മനുഷ്യന്റെ ഹൃദയം അങ്ങനെയാണ്, തെറ്റിനോട് താല്പര്യം കാണിക്കുന്നത്. പക്ഷേ തെറ്റുകൾ വന്നു പോകുമ്പോൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന യുവാക്കളെ അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ വയസ്സായിട്ടും തിന്മയിൽ മുഴുകുന്ന വൃദ്ധരായ ആളുകളോട് അല്ലാഹുവിന് കോപമാണ്. 40 കഴിഞ്ഞിട്ടും തെറ്റുകളിൽ വ്യാപൃതരാകുന്നവർ. 40 കഴിയുമ്പോ ഒന്ന് ഒരുങ്ങണം ഖബറിലേക്ക്. 40 വരെ ഒരുങ്ങണ്ട എന്നല്ല, 40 എന്നുള്ളത് നമ്മുടെ ആയുസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം അസ്തമിച്ചു, ഇനി ഞാൻ വൃദ്ധനാവാൻ പോവാണ് എന്നതിൻ്റെ ഒരു അടയാളമാണ്. 40 കഴിഞ്ഞിട്ടും തെറ്റുകൾ ആവർത്തിക്കുന്ന ആളുകളോട് അല്ലാഹുവിന് കോപമാണെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെറ്റു ചെയ്ത ഒരാൾ തെറ്റിൽ നിന്ന് പിന്മാറി അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ ആ തെറ്റിനെ അല്ലാഹു മായ്ച്ചു കളയും, ശുദ്ധമായ തെറ്റാക്കും. ശുദ്ധമായ ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഹൃദയത്തെ ശുദ്ധീകരിച്ചവനായ അയാൾ മാറും.
വഇൻ ആദ അയാൾ വീണ്ടും മടങ്ങിയാൽ സീദ ഫീഹാ തൗബ ചെയ്യുന്നതിന് പകരം തെറ്റുകളാണ് അയാൾ ആവർത്തിക്കുന്നതെങ്കിൽ ഹത്താ തഅലുവ ഖൽബഹ് ആ കറകൾ അയാളുടെ ഹൃദയത്തെ ആവരണം ചെയ്യുമെന്ന്, അയാളുടെ ഹൃദയത്തെ പൊതിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് വഹുവറാനുല്ലദീ ദക്കറല്ലാഹ് ഖുർആനിൽ പറഞ്ഞില്ലേ? ഖല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം എന്ന് ഖുർആനിൽ പറഞ്ഞ റാൻ എന്ന് പറയുന്ന അസുഖം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ തിന്മകൾ ആവരണം ചെയ്യലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ തിന്മകൾ കൊണ്ടൊരു മനുഷ്യന്റെ ഹൃദയം ആവരണം ചെയ്യപ്പെട്ടാലുള്ള പ്രശ്നം എന്താണ്? പ്രശ്നമുണ്ട്. ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ. നന്മയേത് തിന്മയേത് എന്നയാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞില്ലേ, അല്ലാഹു ഒരു മനുഷ്യന് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് എപ്പോഴാണ്? തെറ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് തെറ്റുകളെ കഴുകിക്കളയുന്നവന്. നേരെ മറിച്ച് തെറ്റുകൾ ചെയ്ത് അവന്റെ ഹൃദയത്തെ തിന്മകൾ പൊതിഞ്ഞു വെച്ചാൽ, ആവരണം ചെയ്താൽ, കറുത്തുപോയാൽ, ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ, അയാൾക്ക് നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അയാൾ മാറുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ അയാൾക്ക് നന്മ ചെയ്യുമ്പോ സന്തോഷമോ തിന്മ ചെയ്യുമ്പോൾ ദുഃഖമോ അയാൾക്കുണ്ടാവൂല. കാരണം നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിഞ്ഞാലല്ലേ. ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ. ചില ആളുകൾ ചോദിച്ചില്ലേ, സാധുമാരെ വാദിന്റെ ഫ്ലക്സ് വെക്കുന്നുണ്ടല്ലോ, കളിക്കാരുടേത് വെച്ചാൽ എന്തേന്ന് ചോദിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? ലാ യഅരിഫു മഅറൂഫൻ, ഈ ഫ്ലക്സ് ബോർഡുകൾ കൊണ്ടൊരു നന്മയുണ്ട്. വാലിന്റെ സദസ്സിലേക്ക് വരൂ എന്നൊരു ക്ഷണമാണ്, നന്മയിലേക്കുള്ള ക്ഷണമാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ. എന്നാൽ കളിയുടെ ഫ്ലക്സ് ബോർഡുകളും കട്ടൗട്ടുകളും കൊണ്ട് ഏത് നന്മയിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്? ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ. നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയം മാറിപ്പോവാതിരിക്കാൻ, നമ്മുടെ ഹൃദയം ചാഞ്ഞു പോവാതിരിക്കാൻ, വഴുതിപ്പോവാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഒന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ഒന്നാമത്തെ ശിക്ഷ. രണ്ടാമതായി ഭൂമിയിൽ അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുമെന്നാ പറഞ്ഞത്. സൂറത്തു ശൂറാ, വമാ അസ്വാബകും മിൻ മുസീബ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, വമാ അസ്വാബകും മിൻ മുസീബ, നിങ്ങൾക്ക് എന്ത് മുസീബത്തുകൾ വന്നാലും എന്ത് അപകടങ്ങൾ വന്നാലും. ഇന്നലെ താമരശ്ശേരി ഭാഗത്താണ് വഅദിന് പോയത്. വഅദ് കഴിഞ്ഞ് ഒരു വീട്ടിൽ പോവുകയുണ്ടായി. അവിടെ പ്രസവിച്ച് 1.5 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്റെ ശരീരം പൊള്ളലേറ്റതുപോലെ, ഓരോ സ്ഥലങ്ങളിങ്ങനെ പൊള്ളിയതുപോലെ, തീ കൊണ്ടതുപോലെ പൊള്ളലേറ്റ് വരാൻ. പ്രസവിക്കുമ്പോൾ കാലിന്റെ ചൂണ്ടം വിരലുണ്ടായിരുന്നു, പൊള്ളലേറ്റ് ആ ചൂണ്ടം വിരൽ മുറിഞ്ഞുപോയി. ശരീരത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും തീ കൊണ്ടതുപോലെ പൊള്ളലേറ്റ് കിടക്കാൻ. ഡോക്ടർമാർ പറഞ്ഞു, ഇതിന് മരുന്നില്ല, രോഗത്തിന്റെ പേരെന്തെന്നറിയില്ല. അല്ലാഹു ശിഫ നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ. ആരെയൊക്കെയോ ചെയ്യുന്ന തെറ്റുകൾ കാരണം അല്ലാഹു പൊതുവായി ജനങ്ങളിലേക്ക് ശിക്ഷ നൽകുന്ന. എല്ലാ ശിക്ഷകളും അങ്ങനെയാണ് എന്നല്ല, എന്നാൽ ചില ശിക്ഷകളെ അല്ലാഹു പൊതുജനങ്ങൾക്ക് അതൊരു ശിക്ഷയായി നൽകും. ചില തെറ്റുകളെ, ആ തെറ്റുകൾ ഏതൊക്കെയാണ് എന്ന് ശേഷം പറയാനുണ്ട്. വമാ അസ്വാബകും മിൻ മുസീബ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് വരുമ്പോ, അപകടങ്ങൾ വരുമ്പോ, രോഗങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ അതിന്റെ കാരണങ്ങൾ തേടി ഗവൺമെന്റിനെയല്ല കുറ്റപ്പെടുത്തേണ്ടത്, പള്ളി കമ്മിറ്റിയെയല്ല കുറ്റപ്പെടുത്തേണ്ടത്. ഫബിമാ കസബത് ഐദീകും, നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് ചെയ്ത ആഭാസങ്ങൾ കാരണത്താലാണ് അല്ലാഹു തആല നിങ്ങൾക്ക് മുസീബത്തുകൾ നൽകുന്നത്, അപകടങ്ങൾ നൽകുന്നത്.
സൂറത്തു ശൂറയിലെ 30-ാമത്തെ ആയത്താണിത്. എന്നിട്ട് അല്ലാഹു പറയാണ്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും ഞാൻ ശിക്ഷ നൽകുന്നില്ല. വയഅഫു അൻ കസീരിൻ, ഒട്ടുമിക്ക പാപങ്ങളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നുണ്ട്. നിങ്ങൾ തൗബ ചെയ്യാതെ തന്നെ ഞാൻ പുറത്തു തരുന്നുണ്ട്. നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റിന് ഉടനെ തന്നെ അല്ലാഹു ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ജീവിക്കൂല. ഒട്ടുമിക്ക തെറ്റുകൾക്കും അല്ലാഹു മാപ്പ് നൽകുന്നുണ്ട്. വയഅഫു അൻ കസീർ, ഒരുപാട് പാപങ്ങൾ അല്ലാഹു നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് പുറത്തു തരുന്നുണ്ട്. അല്ലേ? റമളാനു ഇല റമളാനി കഫാറ, ഒരു റമളാൻ കഴിഞ്ഞ് അടുത്ത റമളാൻ വരെ കാത്തിരിക്കുന്നത് അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അൽ ജുമഅതു ഇലൽ ജുമഅതി കഫാറ, ഒരു ജുമഅ കഴിഞ്ഞ് അടുത്ത ജുമഅയെ കാത്തിരിക്കുന്നത് അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അസ്സലാത്തുൽ മക്തൂബ ഇലസ്സലാത്തിൽ മക്തൂബ, 5 നേരത്തെ നിസ്കാരത്തിനിടയിൽ ചെയ്യുന്ന പാപങ്ങൾ ആ നിസ്കാരത്തിന് കഴിഞ്ഞതിന് ശേഷം അടുത്ത നിസ്കാരത്തെ കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം വരെയുള്ള നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളെ അടുത്ത നിസ്കാരമാകുമ്പോഴേക്കും അല്ലാഹു പുറത്തു തരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഉംറതു ഇലൽ ഉംറ, ഒരു ഉംറ കഴിഞ്ഞ അടുത്ത ഉംറ വരെയുള്ള കാലയളവിൽ നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ അറിയാതെ അല്ലാഹു പുറത്തു തരുന്നുണ്ട്. അങ്ങനെ എത്ര വഅഫു അൻ കസീർ, എത്ര പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ട്. സ്വലാത്തുകൾ കാരണം അല്ലാഹു പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. 5 നേരത്തെ നിസ്കാരങ്ങളുടെ ശേഷം സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും ചൊല്ലുന്നത് കാരണത്താൽ അല്ലാഹു തആല തിരമാലകൾ കണക്ക് ചെയ്യുന്ന പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ പാപങ്ങൾ ഒരുപാട് അല്ലാഹു പുറത്തു തരുന്നുണ്ട്. വുളൂ ചെയ്ത് വുളൂവിന്റെ വെള്ളം താഴേക്ക് ഇറ്റു വീഴുമ്പോ ആ വെള്ളത്തിന്റെ കണക്കെ അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. പള്ളിയിലേക്ക് നടക്കുമ്പോൾ ഓരോ ചവിട്ടടിക്കും അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. നമ്മുടെ സ്വതക്കകൾക്ക് അല്ലാഹു പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. ഒരു തലവേദന അനുഭവിക്കുമ്പോൾ വരെ, ഒരു പനി അനുഭവിക്കുമ്പോൾ വരെ, ഒരു സത്യവിശ്വാസിക്ക് ഒരു ക്ഷീണമുണ്ടാകുമ്പോൾ വരെ അല്ലാഹു തആല അവന്റെ പാപങ്ങൾ അവൻ അറിയാതെ പുറത്തു തരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലേ? ഒരു സത്യവിശ്വാസിക്ക് ഒരു ക്ഷീണമുണ്ടായാൽ, മാ അസ്വാബൽ മുഅ്മിന മിൻ നസ്ബിൻ, ക്ഷീണം, മിൻ ഗമ്മിൻ വഹമ്മിൻ, വിഷമം, ടെൻഷൻ, ദുഃഖം, പ്രയാസം, രോഗം, ഒരു വേദന. സത്യവിശ്വാസിക്ക് പ്രയാസമുണ്ടാവുന്ന ഏത് പ്രതിസന്ധി ഉണ്ടായാലും അല്ലാഹു തആല അവൻ അറിയാതെ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ടോ എന്നാണ്. വയഅഫു അൻ കസീർ, ഒരുപാട് പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ട്. ആരാ പറയുന്നത്? പരിശുദ്ധ റസൂൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, വയഅഫു അൻ കസീരിൻ, ഒരുപാട് പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ട്. പിന്നെയോ അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയാണ്. ഫഇൻ തവല്ലൗ ഫഅലം അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം وإن كثيرا من الناس لفاسقون. فإن تولوا, അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഫഅലം, നിങ്ങൾ മനസ്സിലാക്കണം, അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം, അവർ ചെയ്ത ചില തെറ്റുകൾ കാരണത്താൽ അല്ലാഹു തആല അവരെ ശിക്ഷിക്കാൻ പോവുകയാണ്. അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം, അവർ ചെയ്ത ചില തെറ്റുകൾ കാരണത്താൽ, എല്ലാ തെറ്റുമില്ല, അയ്യുസീബഹും ബിബഅദി ദുനൂബിഹിം, അവരുടെ ചില പാപങ്ങൾ കാരണത്താൽ അല്ലാഹു അവർക്ക് നാശം നൽകാൻ പോവുകയാണ്, നാശം വരുത്താൻ പോവുകയാണ്. സൂറത്തുൽ മാഇദയിലെ 49-ാമത്തെ ആയത്താണിത്. ഇനി സൂറത്തുർ റൂമിലെ 41-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കണം. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്, ഭൂമിയിലും കരയിലും ഫിത്നയുണ്ടായത്, ഫസാദുണ്ടായത്. ലഹറൽ ഫസാദു ഫിൽ ബഹരി വൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും പ്രശ്നങ്ങൾ ഉണ്ടായത്, അപകടങ്ങൾ ഉണ്ടായത്, പ്രയാസങ്ങൾ ഉണ്ടായത്. ബിമാ കസബത് ഐദിൻ നാസ്, ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലാണ്. എന്തിനാണ് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്? ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ,
അവര് ചെയ്തതിന്റെ അനന്തരഫലം അവർ അനുഭവിക്കാൻ വേണ്ടിയാണ്. കളിക്കാതെ നടന്നത്, പഠിക്കാതെ നടന്നു, കളിച്ച് നടന്നതിന്റെ പേരിൽ അയാൾ പരാജയപ്പെട്ടു. എന്തിനാണ് പരാജയപ്പെട്ടത്? അയാൾ സമയം പഠിക്കാൻ ഉപയോഗിക്കാതെ കളിച്ചു നടന്നതിന്റെ വേദന അനുഭവിക്കാനാണ്. 1 വർഷം വീണ്ടും അതേ ക്ലാസ്സിൽ ഇരിക്കാൻ പറഞ്ഞത്. കിഡ്നി രോഗിയായ ഒരു മനുഷ്യനോട് ഡോക്ടർ പറഞ്ഞു വെള്ളം കുടിക്കരുത്. അയാൾ ദാഹിച്ചപ്പോ വെള്ളം കുടിച്ചു. അയാൾ വീണ്ടും രോഗിയായി. പിറ്റേ ദിവസം വീണ്ടും ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകണം. എന്തുകൊണ്ടാണ് അതുണ്ടായത്? വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞത് കേട്ടില്ല, വെള്ളം കുടിച്ചാൽ. അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ അവർ അനുഭവിക്കാൻ വേണ്ടി. ഷുഗർ പേഷ്യന്റ് ഉണ്ട്, പഞ്ചസാര തിന്നരുത് എന്ന് പറഞ്ഞു, ഷുഗർ ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഈ മനുഷ്യനാണെങ്കിൽ ലഡു കാണുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല, ജ്യൂസ് കാണുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല, സോഫ്റ്റ് ഡ്രിങ്ക്സ് കാണുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല. മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ അയാൾ നന്നായിട്ട് മധുരം തിന്നു, ഹലുവ തിന്നു, ലഡു തിന്നു. പെട്ടെന്ന് അയാൾ ഷുഗർ കൂടി ഡൗൺ ആയി നിർത്തി താഴെ വീണു. എന്തിനാണ് അള്ളാഹു ഷുഗർ ഡൗണായി അയാൾ വീഴാൻ കാരണം? തിന്നരുത് എന്ന് പറഞ്ഞിട്ടും അതനുസരിക്കാതെ അയാൾ തിന്നപ്പോ അതിന്റെ ശിക്ഷ അനുഭവിക്കാൻ അള്ളാഹു അയാളെ പ്രയാസപ്പെടുത്തി. കടലിലും കരയിലും ഫിത്നയുണ്ടായത്, ഫസാദ് ഉണ്ടായത്, പ്രശ്നങ്ങൾ ഉണ്ടായത്, പരീക്ഷണങ്ങൾ ഉണ്ടായത് ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലാണ്, മനുഷ്യന്റെ കൈകൊണ്ടുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ കാരണത്താലാണ്. അവർ ചെയ്യുന്നത് കാരണത്താൽ അതിന്റെ വേദന അനുഭവിക്കാൻ വേണ്ടി എന്നിട്ട് അവർ മാറുമോ എന്ന് നോക്കാം, അവർ നന്നാവോ എന്ന് നോക്കാം. നന്നായി മട്ടൻ കഴിച്ചു, കൊളസ്ട്രോൾ കൂടി, ഫാറ്റി ലിവർ കൂടി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു മട്ടൻ കഴിക്കുന്നത് കുറക്കണം. എന്തിനാ ഈ ഫാറ്റി ലിവർ കൂടിയത്? എന്തിനാ യൂറിക് ആസിഡ് കൂടിയത്? മട്ടനും ബീഫും നന്നായി കഴിച്ചിട്ടാണ്. അപ്പൊ അമിതമായി തിന്നപ്പോ അതിനുള്ള ശിക്ഷ പടച്ചോൻ തന്നു. എന്നിട്ട് എന്തിനാണ്? ലഅല്ലഹും യർജിഊൻ, ഇനി ഫാറ്റി ലിവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അയാൾ മട്ടൻ കുറക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി, യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ വേണ്ടി ബീഫ് കുറക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ, നിങ്ങൾ തിന്നണം കുടിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. വലാ തുസ്രിഫൂ, രണ്ടും അമിതമാവാൻ പാടില്ല. തിന്നണം കുടിക്കണം, അമിതമാവാൻ പാടില്ല. എന്ത് തിന്നണം എന്ന് വെച്ചാൽ എന്തും തിന്നണം. മനുഷ്യൻ മാംസബുക്കുമല്ല സസ്യബുക്കുമല്ല, രണ്ടും മിശ്രമായി സമ്മിശ്രമായി തിന്നുന്ന ജീവിയാണ് മനുഷ്യൻ. ഒരു മനുഷ്യന് പച്ച മാംസം തിന്നാതെ വെറും സസ്യം മാത്രം തിന്ന് ജീവിക്കാൻ കഴിയും. പക്ഷേ പല അസുഖങ്ങൾ അയാൾക്കുണ്ടാവും. സസ്യം മാത്രം തിന്ന് ജീവിക്കാന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടാവും. മാംസം മാത്രം തിന്ന് ജീവിക്കാന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടാവും. സമ്മിശ്രമാണ് മനുഷ്യൻ. എന്നാല് കാട്ടിലുള്ള വന്യമൃഗങ്ങൾ അങ്ങനെയല്ല, അവർ മാംസാഹാരികളാണ്. നമ്മുടെ വീട്ടിലുള്ള പശുക്കൾ അങ്ങനെയല്ല, സസ്യാഹാരികളാണ്. അപ്പൊ നമ്മളോട് എന്താണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്? കുലൂ വശ്റബൂ, നിങ്ങൾ തിന്നണം, നിങ്ങൾ കുടിക്കണം. വലാ തുസ്രിഫു, ഒന്നും അമിതമാവാൻ പാടില്ല. ഒന്നും അമിതമാവാൻ പാടില്ല. തിന്നുന്നതും കുടിക്കുന്നതും അമിതമാവാൻ പാടില്ല. അമിതമാവാന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു ഓർഡർ ഉണ്ട്. ഭക്ഷണത്തിനൊരു ഓർഡർ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കേണ്ട ഒരു ഓർഡർ ഉണ്ട്. മുസ്ലിം സമുദായം തീരെ ശ്രദ്ധിക്കാത്ത മേഖലയാണത്. എപ്പോഴും നമ്മുടെ വീട്ടിൽ ചിക്കനാണ്, അത് നമ്മുടെ ശരീരത്തെ രോഗിയാക്കി മാറ്റും. എപ്പോഴും നമ്മുടെ വീട്ടിൽ ബീഫും മട്ടനൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തെ അത് രോഗിയാക്കി മാറ്റും. ചില സന്ദർഭങ്ങളിൽ സാലഡ് വേണം, പച്ചക്കറികൾ വേണം. ഒരു ദിവസം മുഴുവനും പച്ചക്കറി, ഒരു ദിവസം മത്സ്യം, ഒരു ദിവസം ചിക്കൻ. അങ്ങനെ ഭക്ഷണത്തെ നമ്മൾ നിയന്ത്രിക്കാതെ അമിതമായ മാംസമാണ് നമ്മൾ ശരീരത്തിലേക്ക് കയറ്റുന്നതെങ്കിൽ സ്വാഭാവികമായി പതുക്കെ പതുക്കെ നമ്മൾ രോഗിയായി മാറും. കുലു, നിങ്ങൾ തിന്നണം, എന്തും തിന്നാം, ഹലാലായ എന്തും നിങ്ങൾക്ക് തിന്നാം. ഒന്നും തിന്നരുത് എന്ന് ഇസ്ലാം പറയുന്നില്ല. ഹലാലായ എന്തും നിങ്ങൾക്ക് തിന്നാം, ഹലാലായ എന്തും നിങ്ങൾക്ക് കുടിക്കാം. പക്ഷേ വലാ തുസ്രിഫു, ഒന്നും അമിതമാവരുത്. ഷുഗർ ആണെങ്കിലും അമിതമാവരുത്.
അമിതമാകുമ്പോഴാണ് നമ്മൾ രോഗിയായി മാറുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കൂ നിങ്ങൾ, കടലിലും കരയിലും പ്രശ്നങ്ങൾ ഉണ്ടായത്, മനുഷ്യൻ രോഗിയായി മാറുന്നത് മനുഷ്യന്റെ പ്രവർത്തനത്താൽ, മനുഷ്യന്റെ പ്രവർത്തനം കാരണത്താലാണ്. ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ, അയാൾ ചെയ്യുന്ന തെറ്റുകൾ അവരെ അനുഭവിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ശിക്ഷകൾ നൽകുന്നത്, രോഗങ്ങൾ നൽകുന്നത്. ലഅല്ലഹും യർജിഊൻ, ഒരു രോഗം വരുമ്പോൾ അയാൾ മാറുമോ എന്ന് നോക്കട്ടെ. കള്ളുകുടിച്ച് ഹൃദയമാകെ പഴുത്തുപോയി, ഡോക്ടർ പറഞ്ഞു ഇനി കള്ളു കുടിച്ചാൽ മരിക്കും. അയാൾ നിർത്തുന്നില്ലേ, അയാൾ നാളെ മരിച്ചു പോവാണ്. നിർത്തിയോ? ലഅല്ലഹും യർജിഊൻ, അയാൾ നിർത്തി പശ്ചാത്താപം ചെയ്ത് തിരിച്ചു വന്നാൽ അയാളുടെ ശരീരം പതുക്കെ പതുക്കെ റീകവറായി മാറും. എല്ലാ ശരീരത്തിന്റെ അസുഖങ്ങളും അങ്ങനെ തന്നെയാണ്. ഭക്ഷണ നിയന്ത്രണത്തിലൂടെ നമ്മുടെ അസുഖങ്ങളെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയും, അസുഖങ്ങൾ പരിധി വിട്ടില്ലെങ്കിൽ. ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോയാൽ, ശരീരത്തിന്റെ ബോഡി ഫിറ്റ്നസ് അല്ലെങ്കിൽ എന്താ പറയാ, മൊത്തം ബോഡി ചെക്കപ്പ് ചെയ്യാൻ പോയാൽ നോർമൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇവിടെ ഉണ്ടാവും, ഹൈ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടാവും. ഇപ്പൊ ഹൈ സ്റ്റേജിലേക്ക്, ഹൈ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഫാറ്റ് ലിവർ തന്നെ കുറച്ചുകൂടി സിറോസിസ് ആകുമ്പോൾ, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് ക്യാൻസറിലേക്ക് വരെ എത്തുന്നത്. അപ്പൊ ഒരു മനുഷ്യൻ ബോഡി ചെക്കപ്പ് നടത്തി നോർമൽ അല്ലാത്ത മേഖലയിൽ എന്തുകൊണ്ടാണ് എൻ്റെ ഫാറ്റ് ലിവർ കൂടാൻ കാരണം, എന്തുകൊണ്ടാണ് എൻ്റെ യൂറിക് ആസിഡ് കൂടാൻ കാരണം, എന്തുകൊണ്ടാണ് എൻ്റെ ക്രിയാറ്റിൻ കുറയാൻ കാരണം, ഇങ്ങനെ ഓരോന്ന് കൃത്യമായി വിശദമായി പഠനം നടത്തി എന്താണ് എൻ്റെ ജീവിതത്തിലുള്ള ഭക്ഷണത്തിലുള്ള ക്രമീകരണം എവിടെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ആ ഹൈ ലെവലിലുള്ളതെല്ലാം, റിസ്ക് ഫാക്ടറിലുള്ളതെല്ലാം കുറക്കാൻ അയാൾ ശ്രമിച്ചാൽ ഒരു 4-5 മാസം കൊണ്ട് അയാളുടെ ബോഡി നോർമലാവും. ശ്രദ്ധിക്കുന്നില്ലേ? അത് വലിയ വലിയ അസുഖങ്ങളിലേക്ക് അയാൾ എത്തിക്കും. ലഅല്ലഹും യർജിഊൻ, അയാൾ മാറട്ടെ, അയാൾ നന്നാവട്ടെ, അയാൾ ചെയ്യുന്ന പ്രവർത്തനം അയാളൊന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ശിക്ഷകൾ നൽകുന്നത്. പക്ഷേ മടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ അത് അനുഭവിക്കേണ്ടി വരും. സൂറത്തുർ റൂമിലാണ് അല്ലാഹു പറയുന്നത്. അതേപോലെ ഇത് രോഗവും ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നതെങ്കിലും, അതേപോലെ നമ്മൾ ചെയ്യുന്ന തെറ്റുകളിലേക്കും ഈ ആയത്തിനെ ഒന്ന് കൊണ്ടുപോയി നോക്ക്. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. എന്തിനാണ് അല്ലാഹു തആല ഭൂമിയിലേക്ക് ശിക്ഷകൾ നൽകുന്നത്? മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലാണ് നമ്മുടെ തോന്നിവാസങ്ങൾ, വിചാരം പോലെ, കള്ളുകുടി പോലെ, കൊലപാതകം പോലെ, അക്രമങ്ങൾ പോലെ, പലിശ തിന്നുന്നത് പോലെ, ഹറാമായ കാര്യങ്ങള്, വ്യഭിചാര ആരോപണങ്ങള്, ഹറാമായ സമ്പാദ്യങ്ങള്, ഇതെല്ലാം ഒരു മനുഷ്യൻ ചെയ്യുമ്പോഴാണ് അല്ലാഹു തആല ഭൂമിയിലേക്ക് മാരകമായ പരീക്ഷണങ്ങൾ നൽകുന്നത്. ലഅല്ലഹും യർജിഊൻ, അയാൾ ചിന്തിച്ചുകൊണ്ടതിൽ നിന്ന് മാറട്ടെ എന്ന ചിന്തയാണ് അല്ലാഹുവിന് ഇങ്ങനെ ശിക്ഷകൾ നൽകുമ്പോൾ അല്ലാഹുവിനുള്ളത്. അവൻ മാറിയില്ലേ അതൊരു പൊതുജനത്തെ മുഴുവനും ബാധിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് മഹാനായ ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഖബല അലൈനാ റസൂലുള്ളാഹ്, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ മഅശറൽ മുഹാജിരീൻ, ഓ മക്കക്കാരെ. മുഹാജിർ എന്ന് പറഞ്ഞാൽ മക്കക്കാരെ. യാ മഅശറൽ മുഹാജിരീൻ, അല്ലയോ മക്കക്കാരെ. ഖംസുൻ ഇദബ്തുലീതും ബിഹിന്ന വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, 5 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ നിങ്ങളിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു, ഒരു സമൂഹത്തിൽ തിന്മകൾ വ്യാപകമായാൽ, ലഹറ എന്ന് പറഞ്ഞാൽ പ്രകടമാവുക, വ്യാപകമാവുക. ഇദാ ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു, അനാചാരങ്ങളും തമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും ഒരു സമൂഹത്തിൽ വ്യാപകമായാൽ, വ്യാപകമാവെന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യാൻ തുടങ്ങും, എല്ലാവരും ചെയ്യാൻ തുടങ്ങും, നോർമലാവുക, ലഘൂകരിക്കപ്പെടുക, ഗൗരവം നഷ്ടപ്പെടുക. അങ്ങനെ അതിന് മാത്രമല്ല, ഹത്താ യുഅ്ലിനൂ ബിഹാ, എന്നിട്ട് അവർ ചെയ്യുന്ന തെറ്റുകളെ അവർ പരസ്യമാക്കാൻ തുടങ്ങിയാൽ,
ഹത്താ യുഅ്ലിനൂ ബിഹാ. തെറ്റുകൾ വ്യാപകമായി എന്ന് മാത്രമല്ല, ആ തെറ്റുകളെ അവർ പരസ്യമാക്കാനും തുടങ്ങി. ഹത്താ യുഅ്ലിനൂ ബിഹാ, തിന്മകളെ അവർ പരസ്യമാക്കാനും തുടങ്ങിയാൽ ഇല്ലാ ഫശാ ഫീഹിമുത് ത്വാഊൻ, അവരിൽ അല്ലാഹു തആല മാരകമായ രോഗങ്ങൾ നൽകും. ഫശാ എന്ന് പറഞ്ഞാൽ രോഗവും വ്യാപകമാവും. തെറ്റുകൾ വ്യാപകമാകുമ്പോൾ രോഗവും വ്യാപകമാവും. ഒരു വീട്ടിൽ ഒരു കിഡ്നി രോഗി, ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. പണ്ടൊക്കെ CH സെന്റർ എന്ന് പറയുന്ന ഡയാലിസിസ് സെന്ററുകൾ ജില്ലയിലൊന്നായിരുന്നു. ഇപ്പൊ പഞ്ചായത്തിലും മണ്ഡലത്തിലും നാട്ടിലൊക്കെ ഓരോ നാട്ടിലും ഓരോ ഡയാലിസിസ് സെന്റർ എന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വീട്ടിലും ഒരു കിഡ്നി പേഷ്യന്റ് എന്ന രീതിയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തിന്മ വ്യാപകമായാൽ ഫശാ ഫീഹിമുത് ത്വാഊൻ, അവിടെ അസുഖങ്ങളും വ്യാപകമാവും. ഫശ എന്ന് പറഞ്ഞാൽ വ്യാപകമാവും, പടർന്നു പന്തലിക്കും. ക്യാൻസർ, ഓരോ 5 വീട്ടിലും ഒരു ക്യാൻസർ രോഗി. അല്ലാഹു സലാമത്താക്കട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. ഏത് രോഗമാണെങ്കിലും എത്ര വലിയ അസുഖങ്ങളാണെങ്കിലും അല്ലാഹുവിനോടുള്ള ദുആ ആണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രതീക്ഷ. അല്ലാഹുവാണ് രോഗം നൽകുന്നത്, അല്ലാഹുവാണ് ശിഫ നൽകുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒക്കെ പറഞ്ഞതുപോലെ ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹുവിനുള്ള പ്രതീക്ഷ നമ്മൾക്കുണ്ടാവണം. അല്ലാഹുവാണ് രോഗം നൽകുന്നത്, അല്ലാഹുവാണ് ശിഫ നൽകുന്നത്. ആ അല്ലാഹു ചോദിച്ചാൽ ശിഫ തരാത്ത അസുഖങ്ങളില്ല എന്ന ബോധം പ്രിയപ്പെട്ടവരെ നമ്മൾക്കുണ്ടാവണം. എത്ര വലിയ അസുഖങ്ങളാണെങ്കിലും ഡോക്ടർമാര് പോലും കൈയൊഴിഞ്ഞാലും അല്ലാഹു എനിക്ക് ശിഫ തരുമെന്നുള്ള പ്രതീക്ഷ നമ്മൾക്കുണ്ടാവണം. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത് ഓർമ്മയുണ്ടല്ലോ. വഅയ്യൂബ ഇദ് നാജാ റബ്ബഹു അന്നീ മസ്സനിയൽ-ളുർറു വഅൻത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, നീ കാരുണ്യവാനാണല്ലോ, ഞാനാണെങ്കിൽ ഒരൽപ്പം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ ബിഹി മിൻ ളുദ്ദിൻ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും. അങ്ങനെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ച് ഉടനെ തന്നെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ശിഫ നൽകിയത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തദാവു ഇബാദല്ലാഹ്, രോഗം വന്നാൽ ഉടനെ ചികിത്സിക്കണമെന്നാ പറഞ്ഞത്. ഫഇന്നല്ലാഹ സുബ്ഹാനഹു ലം യളഅ ദാഅൻ ഇല്ലാ വുളിഅ മഅഹു ശിഫാ. ഏതെങ്കിലും രോഗം അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള ചികിത്സയും അല്ലാഹു പറഞ്ഞയച്ചിട്ടുണ്ട്. ഇവിടെ ഒരു രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള ശിഫയും ഭൂമിയിലുണ്ട്. പക്ഷെ നമ്മളത് കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രം. ഡോക്ടർമാർ പറയില്ലേ, ഈ രോഗത്തിന്റെ പേരറിയില്ല, ഇതിന്റെ മരുന്നില്ല. രോഗം ഇവിടെ ഉണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള മരുന്നും ഭൂമിയിലുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. എത്ര കാലായി ക്യാൻസർ നമ്മെ കാർന്ന് തിന്നാൻ തുടങ്ങിയിട്ട് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചോ? എത്ര കാലായി കിഡ്നി രോഗികൾ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, മരുന്ന് കണ്ടുപിടിച്ചോ? കണ്ടുപിടിക്കൂല. ഇതൊക്കെ ഒരു ബിസിനസ് മെന്റാലിറ്റിയാ. പനിക്ക് വേഗം മരുന്നുണ്ടാവും. കാരണം എന്താ? പനി ഇപ്പോൾ ഒരാഴ്ച കിടന്നാൽ ചിലപ്പോൾ ഷിഫയാകും, അങ്ങനെ ഹോസ്പിറ്റലിൽ പോയാലും പോയില്ലേലും. എന്നാൽ കിഡ്നി രോഗം അങ്ങനെയല്ല, മരിക്കുവോളം ഹോസ്പിറ്റലിൽ പോകണം, മരിക്കുവോളം ഹോസ്പിറ്റലിൽ പോകണം. അതാണ് കിഡ്നി രോഗം. 19 വയസ്സുള്ള ഒരു പെൺകുട്ടി കിഡ്നി രോഗിയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്തുള്ള CH സെന്ററിൽ കിടപ്പുണ്ട്. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ട്രാൻസ്പ്ലാന്റേഷൻ പോലും സാധിക്കാതെ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള കിഡ്നി കിട്ടുന്നില്ല, അല്ലെങ്കിൽ കിഡ്നി കിട്ടിയാൽ ശരീരം അതിനെ സ്വീകരിക്കുന്നില്ല. എന്താ പ്രതിവിധി? ദുആ മാത്രം, വേറൊന്നുമില്ല. മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മരുന്ന് കണ്ടുപിടിച്ചാലേ പ്രിയപ്പെട്ടവരെ ആ കുട്ടിക്ക് ഹോസ്പിറ്റലിൽ നിന്ന്, ഡയാലിസിസ് സെന്ററിൽ നിന്ന് രോഗശമനം ലഭിച്ച ആരോഗ്യത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കണം.
മരുന്ന് കണ്ടുപിടിക്കാത്ത കാലത്തോളം 90 വയസ്സുവരെ ജീവിച്ചാലും ദിവസവും ഡയാലിസിസ്, ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് സെന്ററിൽ പോയി ശരീരത്തിന്റെ മുഴുവൻ രക്തവും മെഷീനിലേക്ക് മാറ്റി 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനം കാരണം ശരീരത്തിന്റെ രക്തം ശുദ്ധീകരിച്ച് തിരിച്ച് ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു കയറ്റണം. 4 മണിക്കൂറാണ് ഇതിന് വേണ്ടത്. ആഴ്ചയിൽ 3 തവണ പോകണം ഡയാലിസിസ് സെന്ററിൽ. 90 വയസ്സുവരെ ഒരാൾ 100 വയസ്സുവരെ ജീവിച്ചാൽ 100 വയസ്സുവരെ പോകണം. കാരണം എന്തേ? കിഡ്നി രോഗികൾക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. കിഡ്നി മാറ്റിവെക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. കുറ്റിപ്പുറം ഭാഗത്തൊരു വഅദിന് പോയപ്പോ അവിടെയുണ്ട് ഒരാള്, മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ വളരെ അടുത്ത ഒരാള്. അയാള് കിഡ്നി പേഷ്യന്റ് ആണ്. കിഡ്നി മാറ്റിവെക്കാൻ ഡോക്ടർമാര് പറഞ്ഞു, അനുയോജ്യമായ കിഡ്നി കിട്ടുന്നില്ല. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയി സ്വന്തം ഭാര്യ തന്റെ കിഡ്നി നൽകാൻ തയ്യാറായി. പക്ഷേ ആ കിഡ്നി ഇയാളുടെ ശരീരത്തിലേക്ക് മാച്ചാവുന്നില്ല, യോജിക്കുന്നില്ല. എന്താ ചെയ്യാ? ഭാര്യയോട് ചോദിച്ചു. ഡോക്ടർ ചോദിച്ചു, നിങ്ങളുടെ കിഡ്നി ഏറ്റവും സ്യൂട്ടബിൾ ആയ ഒരു കുട്ടി ഇവിടെയുണ്ട്, ആ കുട്ടിക്ക് കൊടുത്തോട്ടെ. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ കിഡ്നി മാച്ച് ആവുന്നില്ല, എന്നാൽ നിങ്ങൾ ഏതായാലും ഓപ്പറേഷൻ ചെയ്ത് കിഡ്നി കൊടുക്കാൻ തയ്യാറായതല്ലേ. ഇതേ ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയുണ്ട്, കിഡ്നി മാറ്റിവെക്കാൻ വന്നൊരു കുട്ടി, ആ കുട്ടിക്ക് നിങ്ങളുടെ കിഡ്നിയുമായി നല്ല ചേർച്ചയുണ്ട്, അത് മാറ്റിവെച്ചോട്ടെ. പെണ്ണുങ്ങൾ പറഞ്ഞു, ഏതായാലും കിഡ്നി മാറ്റിവെക്കാൻ ഞാൻ തീരുമാനിച്ചതല്ലേ, കുഴപ്പമില്ല, എന്റെ കിഡ്നി ആ കുട്ടിക്ക് വെച്ചോളൂ. ഭർത്താവിടെ കിഡ്നിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഡോക്ടർമാർ ആ കുട്ടിയുടെ കുടുംബത്തെ ബന്ധപ്പെട്ടു. ഈ ഭാര്യയുടെ കിഡ്നി ഈ പിഞ്ചു പൈതലിനെ കുഞ്ഞിന് വെക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ആ കുഞ്ഞിന്റെ കുടുംബത്തിൽ ഈ ഭർത്താവിന് സ്യൂട്ടബിളായ അനുയോജ്യമായ കിഡ്നി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചത്. അങ്ങനെയാണ് ആ കുട്ടിയുടെ മാതാവിന്റെ കിഡ്നി ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ കിഡ്നിയുമായി ചേർന്ന് വരുന്നത്. ഉടനെ തന്നെ 4 ഓപ്പറേഷനാണ് ഒരേ സമയം ആ ഹോസ്പിറ്റലിൽ നടന്നത്. 4 ഓപ്പറേഷൻ, 4 സർജറി. ഭാര്യയുടെ കിഡ്നി എടുക്കുന്നു, കുട്ടിയുടെ ഹൃദയം കീറുന്നു, എന്നിട്ട് അവിടെ വെക്കുന്നു. ആ കുട്ടിയുടെ ഉമ്മയുടെ കിഡ്നി എടുക്കുന്നു, ഈ ഭാര്യയുടെ ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ കിഡ്നി മാറ്റിവെക്കുന്നു. ഒരു സമയത്ത് 4 സർജറി ഒരേ സമയം ആ ഹോസ്പിറ്റലിൽ നടന്നു. ഈ കിഡ്നി മാറ്റിവെക്കാൻ വരെ ചേർച്ച വേണം, ശരീരത്തോടത് പൊരുത്തപ്പെടണം. എല്ലാവരും കിഡ്നിയും എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല, എല്ലാവർക്കും മാറ്റിവെക്കാൻ പറ്റൂല. പൈസ ഉണ്ടെങ്കിലും കിഡ്നി കിട്ടിക്കൊള്ളണമെന്നില്ല, കിഡ്നി കിട്ടാൻ പ്രയാസമാണ്. അല്ലാഹു എല്ലാവരും രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവേ, ഇതുപോലെയുള്ള അസുഖങ്ങൾ നൽകി നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. രോഗികളായ ആളുകൾക്ക് അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് 19 വയസ്സുള്ള ഒരു പെൺകുട്ടി പരിശുദ്ധമായ റമദാനിലാണ് ഞാൻ കണ്ടത്. ആഴ്ചയിൽ 3 തവണ CH സെന്ററിൽ വന്നിട്ട് 4 മണിക്കൂർ നേരം കിടന്നിട്ട് തന്റെ ശരീരത്തിന്റെ ബാഡായ രക്തങ്ങളെല്ലാം, ഒരു കിഡ്നിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ശരീരത്തിന്റെ രക്തം ശുദ്ധീകരിക്കലാണ്. നമ്മുടെ കിഡ്നിയുടെ പണി എന്താണ്? ശരീരത്തിന്റെ രക്തം ശുദ്ധീകരിക്കലാണ്. അപ്പൊ കിഡ്നി കേടായാൽ പിന്നെ രക്തം ശുദ്ധീകരിക്കാൻ കഴിയില്ല. രക്തം ശുദ്ധീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അസുഖബാധിതരായി മരിച്ചു പോകും. അപ്പൊ ഈ കിഡ്നിയുടെ പണിയാണ് മെഷീൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ രക്തം മെഷീൻ വലിച്ചെടുക്കുന്നു, കിഡ്നിയുടെ പണി ഡയാലിസിസ് മെഷീൻ ചെയ്യുന്നു. 4 മണിക്കൂർ നീണ്ട പ്രോസസ്. അതിങ്ങനെ ശുദ്ധീകരിച്ച് തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുന്നു. 3 ദിവസമാകുമ്പോൾ വീണ്ടും ശരീരത്തിന്റെ രക്തം ബാഡാവുന്നു. കാരണം കിഡ്നി ചെയ്യുന്ന പണി ചെയ്യുന്നില്ല, കിഡ്നി സ്റ്റക്കായിരിക്കാൻ, കിഡ്നിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ കേടായാൽ വണ്ടി നിൽക്കുന്നത് പോലെ മനുഷ്യന്റെ എഞ്ചിനാണ് കിഡ്നി എന്ന് പറയുന്നത്. അത് സ്റ്റക്കായി പോയാൽ മനുഷ്യൻ നിശ്ചലമാവും. ഇപ്പൊ ഒരു ചെലവില്ലാതെയാണ് നമ്മുടെ രക്തത്തെ പ്യൂരിഫൈ ചെയ്യുന്നത്. ഒരു ചെലവില്ല, നമ്മുടെ രക്തത്തെ ഇങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് സ്റ്റക്കായി പോയാൽ ആഴ്ചയിൽ മിനിമം 7500 രൂപയാണ് ചെലവ്. ആഴ്ചയിൽ 7500 രൂപ ചെലവ്. അത് മാത്രമല്ല, 2 ദിവസത്തിൽ 1 ലിറ്റർ വെള്ളമല്ലാതെ കുടിക്കാൻ കഴിയില്ല. 2 ദിവസത്തിൽ 1 ലിറ്റർ വെള്ളം. 1 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ അതിൽ ചായ പെട്ടു, അതിൽ ജ്യൂസ് പെട്ടു, അതിൽ ഭക്ഷണത്തിന്റെ കൂടെ ഉപയോഗിക്കുന്ന കറി അടക്കം പെട്ടു. 1 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് മനുഷ്യന്റെ അവസ്ഥയാണ്. നിസ്സഹായരാണ് നമ്മൾ, വെരി വീക്കാണ്, ബലഹീനരാണ്. നമ്മൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
കോവിഡ് വന്നപ്പോഴാണ് ഓക്സിജന്റെ വാല്യൂ നമ്മൾ തിരിച്ചറിഞ്ഞത്. 1 രൂപയില്ലാതെയാണ് ഈ ശ്വാസം നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്, 1 രൂപയില്ലാതെ. കോവിഡ് വന്നപ്പോ ലക്ഷങ്ങളാണ് ഹോസ്പിറ്റലിൽ വെറും ഓക്സിജന് വേണ്ടി നമ്മൾ ചെലവഴിച്ചത്. എത്ര നിസ്സഹായരാണ്, എത്ര ബലഹീനരാണ്. എന്നിട്ടും നമ്മൾ അള്ളാഹുവിനെ തിരിച്ചറിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിനെ നമ്മൾ നന്ദി ചെയ്യുന്നുണ്ടോ? ഒരാൾ കിഡ്നി രോഗിയായാൽ അയാൾക്ക് അനുയോജ്യമായ കിഡ്നി ലഭിച്ചില്ല എങ്കിൽ മരിക്കുന്നത് വരെ അയാൾ ഹോസ്പിറ്റലിൽ പോയി ഓരോ ആഴ്ചയും 7500 രൂപ, 2 ആഴ്ചയാകുമ്പോൾ 15000 രൂപ, 1 മാസത്തിൽ 30000 രൂപ വെറും കിഡ്നി ശുദ്ധീകരിക്കാൻ മാത്രം, രക്തം ശുദ്ധീകരിക്കാൻ മാത്രം 1 മാസത്തിൽ 30000 രൂപ. ആ വീട്ടുകാർക്ക് പിന്നെ സന്തോഷമുണ്ടോ? ആ വീട്ടുകാർക്ക് പെരുന്നാളുണ്ടോ? ആ വീട്ടുകാർക്ക് പിന്നെ കല്യാണ ആഘോഷങ്ങളുണ്ടോ? ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടോ? നമ്മൾക്ക് വെറും ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി മാത്രം ലക്ഷങ്ങൾ പൊടിപിടിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? ഒരു മകളുടെ 1-ാം മാസം, അതും ഒരു സെലിബ്രേഷൻ. 2-ാം മാസം, അതും ഒരു സെലിബ്രേഷൻ. എപ്പോഴാണ് ഇതൊക്കെ തുടങ്ങിയത്? ഓരോ മാസവും സെലിബ്രേറ്റ് ചെയ്യാൻ എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തുടങ്ങിയത്? ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. സ്വന്തം മക്കളെ അർജന്റീനയുടെയും മെസ്സിയുടെയൊക്കെ പേരിടുന്ന മുസ്ലിം പെൺകുട്ടികൾ, അല്ലേ? ചാനലുകാരെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ഫിഫയും മെസ്സിയൊക്കെ നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ നമ്മുടെ മക്കൾക്ക് പേരിടുന്ന കാലാണ്. എന്ത് കിട്ടിയാലും ശ്രദ്ധ വേണം, അത്രയേ ഉള്ളൂ. പബ്ലിസിറ്റി വേണം, ഒരു മടിയുമില്ലാതെ. പണ്ടൊക്കെ ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ മറച്ചു വച്ച് നടന്നിരുന്ന ഉമ്മമാർ ഇന്ന് ചാനലുകാരെ വീട്ടിലേക്ക് വിളിക്കാൻ. എന്തിന്? സെലിബ്രിറ്റികളായി, അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. മെസ്സിയുടെ കട്ടൗട്ടിന്റെ താഴെ പോയിട്ട് മെസ്സി എന്ന് പേര് വിളിച്ചത് മുസ്ലിമീങ്ങളാണ്, വേറെ ആരുമില്ല. ഫിഫ എന്ന പേരിട്ടതും മുസ്ലിമീങ്ങളാണ്, വേറെ ആരുമില്ല. എന്നിട്ട് ആത്മാഭിമാനത്തോടെ ഒരു മടിയുമില്ലാതെ അതൊക്കെ വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിപ്പോകുന്നുണ്ട്. എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കാൻ തുടങ്ങിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളിൽ ഭയക്കുന്നത് മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളൊക്കെ ദരിദ്രരാകുമോ എന്നല്ല ഞാൻ ഭയക്കുന്നത്, നിങ്ങളൊക്കെ പാവങ്ങളാകുമോ എന്നല്ല ഞാൻ ഭയക്കുന്നത്. പിന്നെ ഞാൻ ഭയക്കുന്നത് എന്താണ്? നിങ്ങൾ പാവപ്പെട്ടവരായി മാറുമോ എന്നല്ല ഞാൻ ഭയക്കുന്നത്. ഞാൻ ഭയക്കുന്നത് നിങ്ങളൊക്കെ മുതലാളിമാരായി മാറുമോ എന്നാണ്, നിങ്ങളൊക്കെ വലിയ പൈസക്കാരായി മാറുമോ എന്നതാണ് എന്റെ ഭയം. ആരാ പറയുന്നത്? പരിശുദ്ധ റസൂലുള്ളാഹ്. മൽ ഫഖറ അഖ്ശാ അലൈക്കും, എന്റെ സമൂഹം ഭാവിയിൽ ദരിദ്രരായി മാറുമോ എന്ന ഭയം എനിക്കില്ല, പട്ടിണി പാവങ്ങളാകുമോ എന്നുള്ള പേടി എനിക്കില്ല. വലാകിന്നി അഖ്ശാ അൻ തുബ്സത അലൈകുമുദ് ദുനിയാ, അല്ലാഹു തആല കുന്നുകൂടിയ സമ്പാദ്യം നിങ്ങൾക്ക് തരുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത്. അങ്ങനെ സമ്പാദ്യങ്ങൾ കുന്നുകൂടുമ്പോഴാണ് മക്കളുടെ ഓരോ മാസവും സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓരോ മാസത്തിനും സെലിബ്രേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 1-ാം മാസത്തിനൊരു സെലിബ്രേഷൻ, 2-ാം മാസത്തിനൊരു സെലിബ്രേഷൻ, 3-ാം മാസത്തിന്, 7-ാം മാസത്തിന്. വീട്ടിൽ വെറുതെ ഒരു കേക്ക് മുറിച്ചുള്ള സെലിബ്രേഷൻ അല്ല, സമ്പത്ത് ചെലവഴിച്ചിട്ടുള്ള സെലിബ്രേഷൻ. 10,000 പൊടിപിടിച്ചുള്ള സെലിബ്രേഷൻ ഓരോ മാസത്തിലും. സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി കിട്ടാനും വ്യൂവേഴ്സ് ഉണ്ടാവാനും ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും പേജുകൾ ഫോളോ ചെയ്യാനും വേണ്ടി ഈ തോന്നിവാസങ്ങൾ നിരന്തരമായി ആവർത്തിക്കുന്നു. എന്തുകൊണ്ടാണത്? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് സമ്പത്ത് കുന്നുകൂടുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത്. മറന്നല്ല, സമ്പത്ത് കുന്നുകൂടുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത്. അങ്ങനെ സമ്പത്ത് കുന്നുകൂടിയാലോ ഫതനാഫസുഹാ കമാ തനാഫസുഹാ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ സമ്പത്തിന് വേണ്ടി മത്സരിച്ചതുപോലെ എന്റെ സമുദായവും സമ്പത്തിന് വേണ്ടി മത്സരിക്കുമോ, ദുനിയാവിന് വേണ്ടി മത്സരിക്കുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ എന്റെ സമുദായവും ദുനിയാവിന് വേണ്ടി മത്സരിക്കുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. മത്സരിച്ചില്ലേ?
നെയ്മറിന്റെ കട്ടൗട്ടാണോ വലുത്, മെസ്സിയുടെ കട്ടൗട്ടാണോ വലുത്? നമ്മുടെ ചെറുപ്പക്കാർ മത്സരിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ക്രിസ്ത്യാനോയുടെ അടുത്ത് നിങ്ങളുടെ ഒരു കട്ടൗട്ടും എത്തൂല എന്ന് പറഞ്ഞ് 200 അടിയോളമുള്ള വലിയൊരു കട്ടൗട്ട് ബാക്കിയുള്ള ഫാൻസും വെച്ചു. മത്സരം തന്നെ, മത്സരം തീർന്നിട്ടില്ല. കരയിൽ നിന്ന് കടലിലേക്ക് എത്തി മെസ്സിയുടെ കട്ടൗട്ട്. ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുള്ള കടലിന്റെ ആഴിയിലേക്ക് മെസ്സിയുടെ കട്ടൗട്ട് കൊണ്ടുപോയി ഫാൻസുകാർ. നിങ്ങൾക്ക് മുമ്പുള്ളവർ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും മത്സരിക്കുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ പൊങ്ങച്ചമായി മാറി. അതൊക്കെ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേകൾ ഭക്ഷണം കൊടുത്ത്, മധുര പലഹാരം കൊടുത്ത്, പ്രാർത്ഥന നടത്തി മക്കളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊന്നും ഒരു തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ കാണുന്നത് മുഴുവനും പൊങ്ങച്ചമാണ്. അവിടെ കാണുന്നത് മുഴുവനും അഹങ്കാരവും പൊങ്ങച്ചവും താൻപൊരിമയും അതേപോലെ തന്നെ സമ്പത്ത് കൊണ്ടുള്ള അഹങ്കാരവും ഒക്കെയാണ്. ഫോട്ടോഷൂട്ടുകൾ. എന്തിനാണ് ഈ ഫോട്ടോഷൂട്ടുകൾ? നാടുനീളെ കാണാൻ വേണ്ടി. ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നാടുനീളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടുകൾ. അപ്പൊ ഫതനാഫസുഹാ കമാ തനാഫസുഹാ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും ദുനിയാവിന് വേണ്ടി മത്സരിക്കുമോ എന്നാണ് എനിക്ക് ഭയമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നമ്മളെക്കാളും മുമ്പുള്ള മഹാന്മാരായ സ്വഹാബാക്കൾ മത്സരിച്ചിരുന്നു ദീനിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി അവർ മത്സരിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു, അതേപോലെ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, രണ്ടുപേരും അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി മാറിയിരിക്കുകയാണ്. നാളെയാണ് ഉഹുദിന്റെ രണാങ്കണം. നാളെയാണ് ഉഹദ് യുദ്ധം നടക്കാൻ പോകുന്നത്. ബദ്ർ യുദ്ധത്തിലേറ്റ പരാജയത്തിന്റെ പ്രതികാരം വീട്ടാൻ വേണ്ടി 10,000-കണക്കിന് ആളുകളുമായി അള്ളാഹുവിന്റെ ഹബീബിനോട് പകരം വീട്ടാൻ, പ്രതികാരം വീട്ടാൻ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലക്ഷ്യം വെച്ച് മദീനയുടെ കൊച്ചു മലയായിരുന്ന ഉഹുദ് ലക്ഷ്യം വെച്ചുകൊണ്ട് ശത്രുക്കൾ നീങ്ങി വരികയാണ്. ശത്രുക്കൾ മുന്നോട്ട് വരികയാണ്. ആ സമയത്താണ് രാത്രിയായപ്പോൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു, അതേപോലെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും മാറി നിന്ന് ദുആ ചെയ്യാൻ തുടങ്ങിയത്. അതിലൊരാൾ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ നീ ആമീൻ എന്ന് പറയണം, നീ ദുആ ചെയ്യുമ്പോ ഞാൻ ആമീൻ എന്ന് പറയാം. അങ്ങനെ ദുആ ചെയ്യുമ്പോ ദുആക്ക് ഉത്തരമുണ്ടെന്ന. വീട്ടിലെത്തിയാല് ഭർത്താവ് ദുആ ചെയ്യുമ്പോ ഭാര്യ ആമീൻ എന്ന് പറയണം, ഭാര്യ ദുആ ചെയ്യുമ്പോ ഭർത്താവ് ആമീൻ എന്ന് പറയണം. ആരുടെ ദുആയിനാണ് അല്ലാഹു ഇജാബത്ത് നൽകുക എന്നറിയില്ല. അങ്ങനെയുള്ള ദുആഇന് ഉത്തരമുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ കൂട്ടമായൊരു പ്രാർത്ഥന നടക്കുന്നത്. ഒറ്റയ്ക്ക് ദുആ ചെയ്താൽ മതി. 5 നേരത്തെ നിസ്കാര ശേഷം ദുആഇന് ഇജാബത്തുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ദുബുറ കുല്ലി സ്വലാത്തിൻ മക്തൂബ, 5 നേരത്തെ നിസ്കാര ശേഷം എന്ത് ദുആ ചെയ്താലും അല്ലാഹു ദുആഇന് ഉത്തരം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അത് ഒറ്റയ്ക്ക് ദുആ ചെയ്താൽ മതി. പക്ഷെ കൂട്ടമായി ദുആ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരാൾ ആ ദുആ ചെയ്യുന്നു, മറ്റൊരാൾ ആമീൻ എന്ന് പറയുമ്പോൾ ഉത്തരം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു, അതേപോലെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും പറഞ്ഞു, നമ്മൾക്ക് പരസ്പരം ദുആ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ആമീൻ എന്ന് പറയാം. അങ്ങനെ സഅദ് ഇബ്നു അബീ വഖാസ് എന്നവർ ദുആ ചെയ്തു. എന്താണ് ദുആ? അല്ലാഹുവേ, നാളെ ഉഹുദ് യുദ്ധം വരാൻ പോവാണ്. അല്ലാഹുവേ, നാളെ ഉഹുദ് യുദ്ധം നടക്കാൻ പോവുകയാണ്. നാളെ രണാങ്കണത്തിലേക്ക് ഉരുപിടിച്ച വാളുമായി ഞാൻ കടന്നു ചെല്ലുമ്പോ ശത്രുക്കളിൽ ഏറ്റവും ശക്തനായ ധീരനായ യോദ്ധാവിനെ നീ എനിക്ക് നൽകണേ അല്ലാഹ്. ഏറ്റവും ധീരനെ എനിക്ക് തരണം. ഏതെങ്കിലും ഒരു ചാവാലി പശുവിനെ പോലെ വാളുപോലും പൊക്കാൻ കഴിയാത്ത ഒരു സാധുവിനെയല്ല, ധീരനായ യോദ്ധാവിനെ എനിക്ക് തരണം യുദ്ധം ചെയ്യാൻ. എന്നിട്ട് ഞാൻ അവനോട് യുദ്ധം ചെയ്യും, അയാൾ എന്നോടും യുദ്ധം ചെയ്യും. ധീരമായ ഘോരമായ വാശിയേറിയ യുദ്ധത്തിനൊടുവിൽ അയാളുടെ ശിരസ് വെട്ടി നിന്റെ ദീനിന് വേണ്ടി ശത്രുവിനെ പരാജയപ്പെടുത്താൻ എനിക്ക് നീ തൗഫീഖ് നൽകണം, എനിക്ക് നീ അവസരം നൽകണേ അല്ലാഹ്.
എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു മാറി നിന്നിങ്ങനെ ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഊഴം മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങളുടേതാണ്. അങ്ങനെ അദ്ദേഹം ദുആ ചെയ്യാൻ തുടങ്ങി. എന്താണ് ദുആ എന്നറിയോ? അല്ലാഹുമ്മ ർസുഖ്നി ഗദൻ റജുലൻ ശദീദൻ ബഅസുഹു ശദീദൻ ഹർദുഹു. അല്ലാഹുവേ ഏറ്റവും ധീരനായ ശക്തനായ ഏറ്റവും വലിയ യോദ്ധാവിനെ എനിക്ക് നീ ശത്രുവായി പോരാടാൻ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം അല്ലാഹ്. ഉഖാതിലുഹു ഫീക വയുഖാതിലുനി. അയാളോട് ഞാൻ യുദ്ധം ചെയ്യും, അയാൾ തിരിച്ച് എന്നോടും യുദ്ധം ചെയ്യും. എന്നിട്ട് സുമ്മ യഖ്തുലുനി, അയാൾ എന്നെ വെട്ടിക്കളയും, അയാൾ എന്നെ കൊന്നുകളയും. ഏറ്റവും ധീരനായ യോദ്ധാവ്, അയാളോട് എനിക്ക് പടവെട്ടണം, അയാളോട് എനിക്ക് പോരാടണം. ധീരമായ പോരാട്ടത്തിനൊടുവിൽ അയാൾ എന്നെ വെട്ടണം, ഞാൻ അങ്ങനെ പിടഞ്ഞു വീണ് രക്തസാക്ഷിയാവണം. മതിയോ? പോരാ. ഫയജദഉ അൻഫി വഉദ്നി. അങ്ങനെ പിടഞ്ഞു വീണ ശിരസറ്റ് നിലത്തേക്ക് വീണ എന്റെ ശരീരത്തിലേക്ക് ചാടി വന്നിട്ട് എന്റെ ചെവി മുറിച്ചു മാറ്റണം അല്ലാഹ്, എന്റെ മൂക്ക് മുറിച്ചു മാറ്റണം അല്ലാഹ്. എന്റെ ശത്രു എന്റെ ചെവിയും എന്റെ മൂക്കും മുറിച്ചു മാറ്റണം. എന്നിട്ടോ ഫഇദാ ലഖീതുക. അങ്ങനെ യുദ്ധമെല്ലാം കഴിഞ്ഞ് ആളുകളെല്ലാം തിരിച്ചുപോയി. എന്നെ മറമാടി ഞാൻ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ഫഇദാ ലഖീതുക, ഞാൻ നിന്റെ മുന്നിലേക്ക് വരുമ്പോൾ, ഖുൽത, നീ പറയണം, യാ അബ്ദല്ലാഹ് യാ അബ്ദല്ലാഹ് ഫീമ ജുദിഅ അൻഫുക വഉദ്നാക. എങ്ങനെയാണ് അബ്ദല്ലാഹ് നിന്റെ ചെവി മുറിച്ചു മാറ്റപ്പെട്ടത്, നിന്റെ മൂക്ക് മുറിച്ചു മാറ്റപ്പെട്ടത്, എന്തു പറ്റി എന്ന് നീ എന്നോട് നാളെ മഹ്ശറാ ലോകത്ത് ചോദിക്കുമ്പോൾ, ഫഅഖൂലു, ഞാൻ പറയും, റബ്ബേ ഫീക വഫീ റസൂലിക, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നഷ്ടപ്പെട്ടു പോയതാണ് എന്റെ ചെവിയും മൂക്കും. നിന്റെ ഹബീബിന് വേണ്ടി പോരാടി നഷ്ടപ്പെട്ടു പോയതാണ് എന്റെ ചെവിയും മൂക്കുമെന്ന് ഞാൻ നിന്നോട് നാളെ പറയുമ്പോ, ഫയഖൂലു, നീ പറയണം, സദഖത, നീ പറഞ്ഞത് സത്യമാണ്. എനിക്ക് വേണ്ടി ധീരമായി പോരാടി രണാങ്കണത്തിൽ പിടഞ്ഞു വീണ് എനിക്ക് വേണ്ടി ചുണ്ടും ചെവിയും വിച്ഛേദിക്കപ്പെട്ട ഒരാളാണ് നീ എന്ന് അല്ലാഹുവേ നീ നാളെ സമ്മതിക്കണമെന്ന് ദുആ ചെയ്യുകയാണ്. അപ്പോഴാണ് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആമീൻ ആമീൻ എന്ന് പറയുന്നത്. എന്നിട്ട് സഅദ് എന്നവർ പറഞ്ഞു, കാനതു ദഅവതു അബ്ദില്ലാഹ് ഖൈറൻ മിൻ ദഅവതി. എന്റെ പ്രാർത്ഥനയേക്കാൾ എത്രയോ വലിയ പ്രാർത്ഥനയായിരുന്നു അബ്ദുള്ളയുടേത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ മത്സരിക്കുമ്പോ, കല്യാണത്തിന്റെ ആഘോഷങ്ങൾ എത്ര കെങ്കേമമായി നടത്താമെന്ന് മത്സരിക്കുമ്പോ, വീട് വെച്ചും വാഹനം വാങ്ങിയും മത്സരിക്കുമ്പോ, അവര് മത്സരിച്ചത് ദുനിയാവിനല്ല, അവര് മത്സരിച്ചത് ആഖിറത്തിനാണ്. ആഖിറത്തിൽ എങ്ങനെ രക്ഷപ്പെടാം എന്ന ചിന്തയോടെയാണ് അവർ മത്സരിച്ചത്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്നെക്കാളൊക്കെ എത്രയോ വലിയ ദുആ ആയിരുന്നു, എന്നെക്കാളൊക്കെ എത്രയോ വലിയ പ്രാർത്ഥനയായിരുന്നു ആരുടേത്? മഹാനായ അബ്ദുള്ള എന്നവരുടേത്. അങ്ങനെ ഞാൻ ഫലഖദ് റഅയ്തുഹു ആഖിറൻ നഹാർ, ഞാൻ ദുആ ചെയ്തതുപോലെ ശത്രുവിനെ പോരാടി ഞാൻ ശത്രുവിനെ പരാജയപ്പെടുത്തി. യുദ്ധം കഴിഞ്ഞ് ഞാൻ വൈകുന്നേരമായപ്പോ രണാങ്കണത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഞാൻ അബ്ദുള്ള എന്നവരെ കാണാനിടയായി. മഹാനായ അബ്ദുള്ള എന്നവരുടെ ചെവിയും മഹാനായ അബ്ദുള്ള എന്നവരുടെ മൂക്കും ഒരു നൂലിൽ കോർത്തു വെക്കപ്പെട്ടതായി ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട് ഒരു നൂലിൽ തുന്നിച്ചേർത്ത് കോർത്തു വെക്കപ്പെട്ടതായി എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അങ്ങനെയായിരുന്നു മുഅ്മിനീങ്ങളെ അവരൊക്കെ മത്സരിച്ചത്. നമ്മള് നെയ്മറിന്റെ കട്ടൗട്ടാണോ മെസ്സിയുടെ കട്ടൗട്ടാണോ ഏറ്റവും ഉയരത്തിൽ വരേണ്ടത് എന്ന മത്സരത്തിലാണ് ഇപ്പോഴും. കളി കാണുന്നതിനെയോ കളിക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല, കളിയുടെ പേരിൽ ആഭാസങ്ങൾ കാണിക്കരുത്. കളി നമ്മുടെ മതമായി മാറരുത്, കളി നമ്മുടെ ദീനായി മാറരുത്. അപ്പോഴാണ് പ്രശ്നം. കളി കാണുന്നത് പ്രശ്നമില്ല, കളിക്കുന്നതും പ്രശ്നമില്ല, കളി ദീനാകുമ്പോഴാണ് പ്രശ്നം.
നമ്മുടെ മതമായി നമ്മുടെ ഈ സ്പോർട്സ് മാറരുത്. വദരില്ലദീന തഖദു ദീനഹും ലഇബൻ വലഹ്വ. ചില ആളുകളുണ്ട് ഇത്തഖദു ദീനഹും, അവരുടെ മതം ലഇബൻ വലഹ്വ, സ്പോർട്സ് ആണ്. കളിയും ചിരിയും തമാശയുമാണ് അവരുടെ മതം. അവരെ വിട്ടേക്ക് നബിയെ, അവരെ വിട്ടേക്ക്. അത്തരം ആളുകളെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നാണ് അല്ലാഹു പറയുന്നത്. ആവശ്യമില്ലാത്ത വാഗ്വാദങ്ങൾ, ആവശ്യമില്ലാത്ത തർക്കങ്ങൾ, ആർക്കോ വേണ്ടി, ഏതോ രാജ്യത്തുള്ളവർക്ക് വേണ്ടി. നിസ്കാരമുണ്ടോ? ഇല്ല. യസബു ബാഖീഹ തു ബാഖീ നഹി. നിന്റെ നിസ്കാരം ബാക്കിയുണ്ട്, നിന്റെ നോമ്പ് ബാക്കിയുണ്ട്, നിന്റെ സകാത്ത് ബാക്കിയുണ്ട്, നിന്റെ നിർബന്ധമായും ചെയ്യേണ്ട ബാധ്യതകളൊക്കെ ബാക്കി വെച്ച് ആർക്കോ വേണ്ടി നിന്റെ വിലപ്പെട്ട സമയം തർക്കിച്ചും സംവാദം നടത്തിയും വാഗ്വാദം നടത്തിയും നീ ചെലവഴിക്കുകയാണ്. ഇതൊക്കെ കഴിയുമ്പോ നമ്മൾ ബാക്കിയുണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ചിന്തകളിലേക്ക് നമ്മൾ കടന്നു വരണം. കളിയൊക്കെ കഴിഞ്ഞൊരു ജീവിതമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. കളി മാത്രമല്ല ജീവിതം, അതിൻ്റെ അപ്പുറത്തേക്കൊരു ജീവിതമുണ്ട്. നമ്മളെക്കാളും മുമ്പ് ഉള്ള ആളുകൾ മത്സരിച്ചത് ഈ ദുനിയാവിന് വേണ്ടിയായിരുന്നില്ല, ആഖിറത്തിന് വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്നൽ അബ്റാറ ലഫീ നഈം അലൽ അറായികി യൻറുൻ. സച്ചരിതരായ ആളുകൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നത് മനോഹരമായ സ്വർഗ്ഗമാണ്. മനോഹരമായ സിംഹാസനത്തിൽ ഇരുന്ന് ഇങ്ങനെ നോക്കുന്ന, അലൽ അറായികി യൻറുൻ, മനോഹരമായ സിംഹാസനത്തിന്റെ മുകളിൽ അവരിരുന്നിങ്ങനെ നോക്കും. തഅരിഫു ഫീ വുജൂഹിഹിം നദ്റതൻ നഈം, അവരുടെ മുഖത്ത് സന്തോഷം കാണാൻ കഴിയും. മനോഹരമായ സ്വർഗ്ഗത്തിൽ നിന്നുള്ള പാനീയങ്ങളാണ് അവർക്ക് കുടിക്കാൻ നൽകുന്നത്. വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, ഈ വിഷയങ്ങളിലാണ് നിങ്ങൾ മത്സരിക്കേണ്ടത്. സ്വർഗ്ഗം കിട്ടുന്ന വിഷയത്തിലാണ് മത്സരിക്കേണ്ടത്. ഇയാൾ 5 ലക്ഷം കൊടുത്താൽ ഞാൻ 6 ലക്ഷം തരാം. എന്തിന്? പള്ളിക്കും മദ്രസയ്ക്കും. ഇങ്ങനെയാ മത്സരിക്കേണ്ടത്. ഇത്തരം വിഷയങ്ങളിലാണ് മത്സരിക്കേണ്ടത് എന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നു. നേരെ മറിച്ച് ദുനിയാവിന്റെ വിഷയങ്ങളിലാണ് നമ്മുടെ മത്സരമെങ്കിൽ എങ്ങനെയാണോ നമ്മളെക്കാളും മുമ്പുള്ളവർ നശിച്ചു പോയത്, അതേപോലെ എന്റെ സമുദായവും നശിച്ചു പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ദരിദ്രരായതുകൊണ്ടല്ല, സമ്പന്നരായതുകൊണ്ട് എന്റെ സമൂഹം നശിച്ചു പോകുമോ എന്നാ ഞാൻ ഭയക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തെ വാണിംഗ് നൽകിയത്. നിങ്ങൾ ദരിദ്രരായതുകൊണ്ട് ഒരു പ്രയാസവും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല, പക്ഷെ സമ്പന്നരായാൽ അതിന്റെ പേരിൽ നിങ്ങൾ നശിച്ചു പോകുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്. അതുകൊണ്ട് സമ്പാദ്യങ്ങൾ ഒരിക്കലും പ്രിയപ്പെട്ടവരെ അന്യായങ്ങൾക്ക് വേണ്ടി, ദൂർത്തിന് വേണ്ടി, ഇസ്റാഫിന് വേണ്ടി, അമിതമായ ചെലവുകൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ ഹലാലായ രീതിയിൽ ചെലവഴിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, എത്രയോ ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് സദസ്സിലേക്ക് ബക്കറ്റ് വരും. ആ ബക്കറ്റ് വരുമ്പോ അവിടെ നിങ്ങൾ മത്സരിക്കുക. അയാളിട്ടതിനേക്കാളും വലുത് ഞാനിടും എന്ന ചിന്തയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അപ്പോ തിന്മകൾ വ്യാപകമാകുന്നതിനനുസരിച്ച് രോഗികളും വ്യാപകമാകും. ഇല്ലാ ഫശാ ഫീഹിമു ത്വാഊൻ, രോഗങ്ങൾ വ്യാപകമാകും. വല്ലൗജാഉ അല്ലതീ ലം തകുൻ മളത് ഫീ അസ്ലാഫിഹിം അല്ലദീന മളൗ, മുമ്പ് കഴിഞ്ഞു പോയ ഒരു സമുദായത്തിനും അല്ലാഹു നൽകാത്ത രോഗങ്ങൾ നൽകും. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, പക്ഷേ മരുന്നുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രോഗം വന്നാൽ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ ദുആ ചെയ്തതുപോലെ അയ്യൂബ് നബി ദുആ ചെയ്തു, മഹാനായ ഇബ്രാഹിം നബി ദുആ ചെയ്തത്, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ അല്ലാഹുവാണ് എനിക്ക് ശിഫ തരുന്നത്. അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയാലും ദുആ മറക്കാൻ പാടില്ല. ഹോസ്പിറ്റലിലേക്ക് പോവാതെ വീട്ടിലിരുന്ന് ദുആ ചെയ്യാനും പാടില്ല. അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിക്കണം.
ചില ആളുകൾ ഹോസ്പിറ്റലിൽ പോവാതെ വീട്ടിലിരുന്ന് ദുആ ചെയ്യും, അതും പാടില്ല. ദുആ ചെയ്യണം, ഹോസ്പിറ്റലിൽ പോകണം, മരുന്ന് വാങ്ങണം, എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഹോസ്പിറ്റലിൽ പോവാതെ ദുആ ചെയ്യുകയും ചെയ്യരുത്. വെറും ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിക്കുക മാത്രം ചെയ്യരുത്. അല്ലാഹുവിനോട് ദുആ ചെയ്യണം. കാരണം അല്ലാഹുവാണ് രോഗം തരുന്നതും അല്ലാഹുവാണ് ശിഫ തരുന്നതും. അതുകൊണ്ട് ആ റബ്ബിനോട് നമ്മൾ ശിഫ ചോദിക്കണം. അല്ലാഹുവിന് സെക്കൻഡുകൾ മതി. എത്ര വലിയ അസുഖങ്ങളാണെങ്കിലും ആ അസുഖത്തിന് ശിഫ നൽകാൻ അല്ലാഹുവിന് സെക്കൻഡുകൾ മതി. അതുകൊണ്ട് അല്ലാഹുവിലുള്ള പ്രതീക്ഷകൾ നമ്മൾ കൈവിടാൻ പാടില്ല. അല്ലാഹുവിലുള്ള പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ലഹറ സിന വ്യഭിചാരം, ഇദാ ലഹറ സിന വ്യഭിചാരം വ്യാപകമായാൽ, വദ്ദിബ പലിശ, ഫി ഖറിയ ഒരു ഗ്രാമത്തിൽ, ഒരു നാട്ടിൽ. അഥവാ പലിശ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ പക്ക ബ്ലൈഡ് ആയിട്ടുള്ള പലിശകൾ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ക്യാഷുള്ള ആളുകൾ, സമ്പത്തുള്ള ആളുകൾ, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക് 1,00,000 തരാം, തിരിച്ചു തരുമ്പോ 1.10 തരണം. അതാണ് പക്ക ബ്ലൈഡ് എന്ന് പറയുന്നത്. പരിശുദ്ധ റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന പലിശ ഈ ഒരു പലിശയാണ്. മനുഷ്യനെ പൂർണ്ണമായും ചൂഷണം ചെയ്യുന്ന പലിശ. ബാങ്കിന്റെ പലിശയൊന്നും ഇത്ര ഗൗരവമുള്ള പലിശയല്ല. ബാങ്കിന്റെ ഇടപാട് ആർക്കൊക്കെ വിട്ടുനിൽക്കാൻ പറ്റുമോ അവരൊക്കെ വിട്ടുനിൽക്കുക, അതാണ് ഖൈർ. ചില സാഹചര്യങ്ങളിൽ നിർബന്ധമായി ബാങ്ക് ഇടപാട് നടത്തേണ്ടി വരുന്നവർ അത് പിന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് കുഴപ്പമില്ല. നേരെ മറിച്ച് ഈ പറയുന്ന പലിശ അങ്ങനെയല്ല. ഇത് ആർക്കും വിട്ടുനിൽക്കാം. നമ്മുടെ കയ്യിൽ 1,00,000 ഒരാൾ കടം ചോദിക്കാൻ വരുമ്പോ ഇന്ന് പിടിച്ച 1,00,000 എപ്പോഴാ തരാ? 6 മാസം കഴിഞ്ഞ് ആ 1,00,000 തന്നെ തിരിച്ചു തന്നാൽ മതി. ഇങ്ങനെയാണ് സഹായിക്കേണ്ടത്. അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്ന് പറയുന്നത് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവന് കടം കൊടുക്കൽ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവന് കടം കൊടുക്കൽ അല്ലാഹുവിന് വലിയ ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണെന്ന്. ഒരു മനുഷ്യന്റെ കടം വീട്ടിക്കൊടുക്കുന്നത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ മറിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? അല്ലാഹു നമ്മൾക്ക് തന്ന സമ്പാദ്യത്തെ പാവങ്ങളെ ചൂഷണം ചെയ്യാനാ ഉപയോഗിക്കുന്നത്. 1,00,000 ഉണ്ട്, അടുത്ത മാസം തിരിച്ചു തരുമ്പോ 1,05,000 തരണം. ഈ രീതിയിലുള്ള പലിശകൾ നാട്ടിൽ വ്യാപകമായാൽ, ഇദാ ലഹറ സിന വ്യഭിചാരം വ്യാപകമായാൽ, അഥവാ നാട്ടിൽ പച്ചയായി വ്യഭിചാരം നടക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും കണ്ണു ചിമ്മാൻ. എല്ലാവർക്കും അറിയാം നാട്ടിൽ പച്ചയായ വ്യഭിചാരം നടക്കുന്നുണ്ട് എന്ന്. കണ്ടാലും അതിനെ പ്രതികരിക്കാതെ കണ്ണു ചിമ്മി നടക്കുകയാണ്. കുഴപ്പമില്ല, കാലം അങ്ങനല്ലേ, കാലം മാറിയില്ലേ എന്ന് ചിന്തിച്ചിങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ. ഇദാ ലഹറ സിന, അങ്ങനെ തിന്മകൾ വ്യഭിചാരം വ്യാപകമായാൽ, വദ്ദിബ പലിശയും വ്യാപകമായാൽ, ഫഖദ അഹല്ലു ബിഅൻഫുസിഹിം അദാബല്ലാഹ്, ആ നാട്ടിലേക്ക് അല്ലാഹുവിന്റെ ശിക്ഷ ഏത് സമയത്തും ഇറങ്ങാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഈ 2 കാര്യം ഒരു നാട്ടിൽ സർവ്വസാധാരണയായാൽ, പലിശയും വ്യഭിചാരവും ഒരു നാട്ടിൽ ലാഘവത്തോടെ കാണാൻ തുടങ്ങിയാൽ, അതിന്റെ ഗൗരവം നഷ്ടപ്പെട്ടാൽ, അതിന്റെ പേടി നഷ്ടപ്പെട്ടാൽ, അതൊക്കെ നിസ്സാരമായ ആളുകൾ കാണാൻ തുടങ്ങിയാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ആ നാട്ടിലേക്ക് ഏത് സമയത്തും അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഒരുങ്ങി നിന്നോളൂ എന്നാണ് അല്ലാഹു പറയുന്നത്. ഫഖദ അഹല്ലു ബിഅൻഫുസിഹിം അദാബല്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷ ഏത് സമയത്തും ആ നാട്ടിലേക്ക് ഇറങ്ങാം. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. അല്ലാഹു ചെയ്തു പോയ സർവ്വ പാപങ്ങളും പുറത്തു തന്ന് ശിഷ്ടകാലം തെറ്റു ചെയ്യാതെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ അൻകബൂത്തിലെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഫകുല്ലൻ അഖദ്നാ ബിദംബി, ഫകുല്ലൻ അഖദ്നാ ബിദംബി, എല്ലാരെയും ഞാൻ അവർ ചെയ്ത തെറ്റുകാരണത്താൽ ശിക്ഷിച്ചിട്ടുണ്ട്.
അവരവരുടെ തെറ്റ് കാരണത്താൽ ഞാൻ പലരെയും പിടികൂടിയിട്ടുണ്ട്. തെറ്റ് ചെയ്ത ആളുകളൊന്നും ഞാൻ അങ്ങനെ വെറുതെ വിടൂല. എല്ലാവരെയും അവരവരുടെ തെറ്റുകൾ കാരണത്താൽ ഞാൻ പിടികൂടിയിട്ടുണ്ട്. അവരിൽ നിന്ന് ചില ആളുകളെ ഞാൻ നശിപ്പിച്ചത് എങ്ങനെയെന്നറിയോ? ചരൽ കാറ്റുകൾ കൊണ്ടാണ്. ചരൽ കല്ലുകൾ തലയിലേക്ക് എറിഞ്ഞ് ഒരു വിഭാഗം സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ചരൽ കല്ലുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ചരൽ കല്ലുകൾ എറിഞ്ഞ ഒരു സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകളെ ഘോര ശബ്ദം കൊണ്ട്, അട്ടഹാസം കൊണ്ട്, ഇടിനാദം കൊണ്ട് ചില സമൂഹത്തെ ഞാൻ ശിക്ഷിച്ചിട്ടുണ്ട്. ചില ആളുകളെ ജീവനോടെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞുകൊണ്ടും ശിക്ഷിച്ചിട്ടുണ്ട്. ചില ആളുകളെ ഭൂമി മുക്കിക്കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാൻ, ഇതൊക്കെ പറയുമ്പോ അല്ലാഹുവിനൊരു ക്രൂരനായിട്ട് നിങ്ങൾക്ക് തോന്നും. ചരൽ കല്ലുകൾ കൊണ്ട് നശിപ്പിക്കുക, അട്ടഹാസം കൊണ്ട് നശിപ്പിക്കുക, ജീവനോടെ വിഴുങ്ങിക്കളയ, വെള്ളത്തിലിട്ട് മുക്കിക്കൊല്ലുക. പടച്ചോനൊരു ക്രിമിനലാണോ, ഒരു ക്വാലിറ്റി ഉള്ള ആളാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അല്ലാഹു പറയാണ്, നിങ്ങളെ ഇതൊന്നും ഞാൻ അവരെ ശിക്ഷിച്ചതല്ലട്ടോ, ഇത് ഞാൻ അവരോട് അക്രമം കാണിച്ചതല്ലട്ടോ. അക്രമത്തെ അവർ ചോദിച്ചു വാങ്ങിയതാണ്. ഞാൻ അവരെ ശിക്ഷിച്ചതല്ല, ഞാൻ അവരെ ആക്രമിച്ചതല്ല, ഞാൻ അവരോട് അക്രമം കാണിച്ചതുമല്ല. അവരവരുടെ ശരീരത്തോട് അതിക്രമം കാണിച്ചതാണ്, അവർ അക്രമത്തെ ചോദിച്ചു വാങ്ങിയതാണ്. അഥവാ അല്ലാഹു തആലയാണ് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അല്ലാഹുവാണ് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അപ്പൊ അല്ലാഹുവിന് വോയിസ് ഉണ്ട്, നീ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറയാൻ. നമ്മൾക്ക് നമ്മുടെ മക്കളോട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറയാനുള്ള വോയിസ് ഉള്ളതുപോലെ അള്ളാഹുവിന് നമ്മളോടും എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറയാനുള്ള വോയിസ് ഉണ്ട്. നമ്മൾ പറഞ്ഞത് മക്കൾ കേട്ടില്ലെങ്കിൽ നമ്മൾ അടിക്കാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്, ചീത്ത പറയാറുണ്ട്, ശിക്ഷിക്കാറുണ്ട്. അതേപോലെ അടിമകളെ ശിക്ഷിക്കാനുള്ള എല്ലാവിധ അധികാരവും അള്ളാഹുവിന്റെ കയ്യിലുണ്ട്. അപ്പൊ അള്ളാഹു ഉണർത്തിക്കൊണ്ടേയിരിക്കും, ഇടയ്ക്കിടെ ഉണർത്തും. അങ്ങനെ ചെയ്യരുതേ, അങ്ങനെ ചെയ്യരുതേ. ഇപ്പൊ നമ്മള് മക്കള് പരീക്ഷയുടെ സമയമായാൽ കളിക്കുന്നത് കാണുമ്പോ പാരന്റ്സ് പറയും, കളിക്കരുത് കേട്ടോ, പഠിക്കണേ, പരീക്ഷയാണ്, SSLC ആണ്. വീണ്ടും 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 വാണിംഗ് നൽകും. തോറ്റുപോയാലോ എന്താ നമ്മൾ പറയാ? ഞാൻ നിന്നോട് അപ്പൊ തന്നെ പറഞ്ഞതല്ലേ പഠിക്കണമെന്ന്, ഇപ്പൊ കണ്ടില്ലേ നീ തോറ്റത്. അഥവാ നീ ഈ തോൽവി ചോദിച്ചു വാങ്ങിയതാണ്, ഈ തോൽവി നീ ചോദിച്ചു വാങ്ങിയതാണ്. നിന്നെ അധ്യാപകർ പരാജയപ്പെടുത്തിയതല്ല, നിന്നെ ടീച്ചേഴ്സ് പരാജയപ്പെടുത്തിയതല്ല, നീ തോൽവി ചോദിച്ചു വാങ്ങിയതാണ്. അതേപോലെ ഈ സമൂഹത്തേക്ക് അള്ളാഹു നശിപ്പിച്ചതല്ല, അവർ ആ തോൽവിയെ, ആ പരാജയത്തെ, ആ ശിക്ഷയെ അവർ ചോദിച്ചു വാങ്ങിയതാണ്. എങ്ങനെ? നിരന്തരമായി അള്ളാഹുവിനെ ധിക്കരിച്ചും വെല്ലുവിളിച്ചും നിഷേധിച്ചും അഹങ്കരിച്ചും ജീവിച്ചപ്പോ അള്ളാഹു അവരെ ശിക്ഷിച്ചു. ആ ശിക്ഷ അവർ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയതാണ്. അതുകൊണ്ട് നമ്മൾക്ക് രോഗം വരിക, നമ്മൾക്ക് ശിക്ഷ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യുന്ന തെറ്റ് കാരണത്താൽ നമ്മൾ തന്നെ ചോദിച്ചു വാങ്ങലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ രണ്ടാമത് അല്ലാഹു ഭൗതികമായ ഈ ലോകത്ത് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് നൽകാൻ പോകുന്നത് ശിക്ഷയാണ്. ആ ശിക്ഷ ഒരുപക്ഷെ രോഗമായിരിക്കാം, ഒരുപക്ഷെ സാമ്പത്തിക പ്രയാസമായിരിക്കാം, ഒരുപക്ഷെ വിലക്കയറ്റമായിരിക്കാം, ഒരുപക്ഷെ അധികാരികളുടെ അക്രമമായിരിക്കാം, എന്തുമായിരിക്കാം. അല്ലാഹു ഭൂമിയിൽ ശിക്ഷ നൽകും. ഒന്നാമത്തേത് എന്താണ്? നമ്മുടെ ഹൃദയം കറുത്തുപോകും, നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. മൂന്നാമത്തേത് അല്ലാഹു തആല സൂറത്തുൻ നഹ്ലിൽ പറയാണ്, وَضَرَبَ اللَّهُ مَثَلًا قَرْيَةً كَانَتْ آمِنَةً مُطْمَئِنَّةً يَأْتِيهَا رِزْقُهَا رَغَدًا مِنْ كُلِّ مَكَانٍ فَكَفَرَتْ بِأَنْعُمِ اللَّهِ فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. സൂറത്തു നഹ്ലിലെ 112-ാമത്തെ ആയത്ത്. ഒരു രാജ്യത്തെ അല്ലാഹു ഒരു ഉദാഹരണമായി നമ്മളോട് പറഞ്ഞു തരാണ്.
എന്തായിരുന്നു ആ രാജ്യത്തിന്റെ പ്രത്യേകത? കാനത്ത് ആമിന, നല്ല സുരക്ഷിതത്വമുള്ള ഒരു നാട്, മുത്മഇന്ന, സമാധാനമുള്ള നാട്. യഅ്തിഹാ റിസ്ഖുഹാ, എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് ഭക്ഷണം വരാറുണ്ടായിരുന്നു. എല്ലാ ഭാഗത്തു നിന്നും സമൃദ്ധമായ ഭക്ഷണം അവർക്ക് കിട്ടാറുണ്ടായിരുന്നു. മിൻ കുല്ലി മക്കാൻ, ഒരു മടിയില്ലാതെ, ഒരു ക്ഷീണമില്ലാതെ, ഒരു പ്രയാസമില്ലാതെ സാമ്പത്തികമായി അള്ളാഹു അഭിവൃദ്ധി നൽകിയ നാട്. അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളില്ല, കലാപങ്ങളില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. സമാധാനത്തോടെ സുരക്ഷിതരായി 3-4 നേരം നല്ല വയറ് നിറയെ മൂക്കറ്റം വരെ ഭക്ഷണം കഴിച്ചിരുന്ന ഒരു നാട്. അങ്ങനെ ഒരു നാട്. ഫകഫറതു ബിഅൻഉമില്ലാഹ്, അവർ അല്ലാഹുവിനെ മറക്കാൻ തുടങ്ങി. അല്ലാഹുവിനെ നിഷേധിക്കാൻ തുടങ്ങി. ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി, ഉടനെ തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വേദനയുടെയും പേടിയുടെയും എല്ലാവിധ പരീക്ഷണങ്ങളും അവർക്ക് നൽകി. ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി, പേടി, വേദന, പട്ടിണി എല്ലാം നൽകി അള്ളാഹു അവരെ പരീക്ഷിച്ചു. എന്തിന്? ബിമാ കാനു യസ്നഊൻ, അള്ളാഹുവിനെ അവർ മറക്കാൻ തുടങ്ങുമ്പോൾ. അത് നമ്മളൊക്കെ അവസ്ഥ ചിന്തിച്ചു നോക്ക്. എത്രയൊക്കെ സാമ്പത്തിക അഭിവൃദ്ധി അള്ളാഹു നമ്മൾക്ക് നൽകി. നല്ല വീട്, നല്ല വാഹനം, സേഫായിട്ടുള്ള സുരക്ഷിതമായ ജീവിതം. മറ്റുള്ള സംസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം എത്ര മനോഹരമാണ്, കേരളം എത്ര മനോഹരാണ്. നമ്മൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഒന്നിച്ചു നിന്ന് ശബ്ദിക്കാനും അതിനെ തടയാനുമുള്ള സംഘടിത ശക്തിയുണ്ട്. രാഷ്ട്രീയ സംഘടന മേഖലകളിൽ നമ്മൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇവിടെയുണ്ട്. എല്ലാം നമ്മൾക്ക് അനുകൂലമാണ്. എന്നിട്ടും നമ്മൾ അള്ളാഹുവിനെ മറന്നാൽ അള്ളാഹു ആ നാട്ടിലേക്കുള്ള നിഅമത്തുകളെ തിരിച്ചു വിളിക്കുന്ന, അള്ളാഹു പ്രയാസങ്ങൾ നൽകുന്ന. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നിങ്ങളെ അതുകൊണ്ട് നിഅമത്തുകൾ അള്ളാഹു നമ്മൾക്ക് തരുമ്പോ നന്ദി കേട് കാണിക്കാതെ അള്ളാഹുവിനെ നന്ദി ചെയ്യുന്നവരായി നമ്മൾ മാറണം. അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരായാൽ അള്ളാഹു വീണ്ടും വീണ്ടും നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. സമ്പത്ത് കിട്ടുമ്പോ നന്ദി കാണിച്ചാല് പിന്നെയും പൈസ തരുന്ന, പൈസ കിട്ടുന്നതിനനുസരിച്ച് പടച്ചോനെ മറക്കേണ്ടതല്ല. പൈസ കിട്ടുന്നതിനനുസരിച്ച് പടച്ചോനെ മറന്നാൽ ഞാൻ വെറുതെ വിടൂല എന്നാണ് അള്ളാഹു താക്കീത് നൽകിയത്. നേരെ മറിച്ച് നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാം. നല്ല വീടെടുത്തു, അൽഹംദുലില്ലാ. നല്ല വണ്ടി വാങ്ങിച്ചു, അൽഹംദുലില്ലാ. എല്ലാ സമയത്തും അള്ളാഹുവിന് നന്ദി ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ അള്ളാഹു വീണ്ടും 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 ഇഷ്ടം പോലെ നിങ്ങൾക്ക് തരും എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിഅമത്തുകൾ മനസ്സിലാക്കി അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറു, ഒരു മനുഷ്യന് ദീർഘായുസ് ലഭിക്കണമെങ്കിൽ അയാൾ നന്മ ചെയ്യുന്നവനാവണം. നബിതങ്ങൾ പറയാണ്, ലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർ, ഒരു മനുഷ്യന് ദീർഘായുസ് ലഭിക്കണമെങ്കിൽ അയാൾ നന്ദി ചെയ്യുന്നവനാവണം. ദീർഘായുസ് ലഭിക്കാനുള്ള വഴി എന്താ? നന്ദി ചെയ്യാന്നുള്ളതാണ്, നന്മ ചെയ്യാന്നുള്ളതാണ്. ലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറു, ഒരു മനുഷ്യന് ദീർഘായുസ് വേണം. ദീർഘായുസ് എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്. വെറുതെ ബെഡിൽ 20 വർഷം കിടന്നിട്ട് എന്താ കാര്യം? ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് ഒരു മനുഷ്യന് വേണമെങ്കിൽ അയാൾ നന്മ ചെയ്യുന്നവനാവണം. ഇല്ലൽ ബിർറു, നന്മയ്ക്കല്ലാതെ ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും തരാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഖളാഇനെ പ്രാർത്ഥനയ്ക്കല്ലാതെ തടുക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഖളാഇനെ, അള്ളാഹുവിന്റെ തീരുമാനത്തെ പ്രാർത്ഥനയ്ക്കല്ലാതെ തടുക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഖദറിനെ, അള്ളാഹുവിന്റെ ഖളാഇനെ, അള്ളാഹുവിന്റെ തീരുമാനത്തെ, ഏത് തീരുമാനങ്ങളായാലും ദുആ കൊണ്ട് ആ തീരുമാനത്തെ മാറ്റാൻ കഴിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. 40-ാമത്തെ വയസ്സിൽ ഇന്നാലിന്ന വ്യക്തിക്ക് ക്യാൻസർ രോഗം വരണം എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന കൊണ്ട് ആ തീരുമാനത്തെ മാറ്റാൻ നമ്മൾക്ക് കഴിയും. 50-ാമത്തെ വയസ്സിൽ ഒരാളുടെ കിഡ്നി തകരാറിലായി അയാൾ കിഡ്നി പേഷ്യന്റായി മാറണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദുആ കൊണ്ട് ആ തീരുമാനത്തെ മാറ്റാൻ അയാൾക്ക് കഴിയും. ലാ യറുദ്ദുൽ ഖദറ ഇല്ല ദുആ, അള്ളാഹുവിന്റെ ഏത് തീരുമാനത്തെയും പ്രാർത്ഥന കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയും.
ലയുഹ്രിമു الرزق بالذنب يصيبه. ഒരു മനുഷ്യൻ അയാൾ ചെയ്യുന്ന തെറ്റുകാരണത്താൽ അയാൾക്ക് ലഭിക്കേണ്ട റിസ്ഖിനെ തടയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നമ്മൾ ചെയ്യുന്ന തെറ്റുകാരണത്താൽ അല്ലാഹു തആല നമ്മൾക്ക് ലഭിക്കേണ്ട റിസ്ഖിനെ തടയുന്ന, സമ്പത്ത് ഇങ്ങനെ കുറഞ്ഞു വരാൻ, പൈസ ഇങ്ങനെ കുറഞ്ഞു വരാൻ എന്ന് തോന്നുമ്പോൾ എവിടെയോ തെറ്റുകൾ വരുന്നുണ്ടോ എന്ന് ആലോചിക്കണം. നല്ല ബിസിനസ്സും നല്ല കച്ചവടവും നല്ല ലാഭമൊക്കെ ഉണ്ടായി അടിച്ചു പൊളിച്ചൊരു ജീവിച്ച മനുഷ്യൻ പെട്ടെന്ന് സാമ്പത്തികമായി ഭദ്രതയൊക്കെ നഷ്ടപ്പെട്ട് തകരാൻ തുടങ്ങാൻ. അപ്പൊ ചിന്തിക്കണം, എവിടെയോ എനിക്ക് ഫാൾട്ട് സംഭവിച്ചിട്ടുണ്ട്, എവിടെയോ ഞാൻ ദൂർത്തടിച്ചിട്ടുണ്ട്, എവിടെയോ പടച്ചോനെ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകാരണത്താൽ അല്ലാഹു അയാൾക്ക് നൽകേണ്ട റിസ്ഖിനെ തടയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലാ തജിദു അഖല്ല ബറകത്തിൻ ഫീ ഉംരിഹി വദീനിഹി വദുനിയാഹു മിമ്മൻ അസല്ലാഹ്. അല്ലാഹുവിനെ തെറ്റു ചെയ്ത ആൾക്കാണ് ആയുസ്സിലുള്ള ബറക്കത്ത് നഷ്ടപ്പെടുന്നത്, ദുനിയാവിലുള്ള ബറക്കത്ത് നഷ്ടപ്പെടുന്നത്, അവന്റെ ദീനിലുള്ള ബറക്കത്ത് നഷ്ടപ്പെടുന്നത്. അഥവാ തെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് എല്ലാ മേഖലകളിലുള്ള ബറക്കത്ത് അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. വമാ മുഹികത്തിൽ ബറകത്തു മിനൽ അർളി ഇല്ലാ ബിമആസിൽ ഖൽഖി. ഭൂമിയിലെ ബറക്കത്ത് അല്ലാഹു എടുത്തു കളയുന്നത് മനുഷ്യന്മാര് തെറ്റ് ചെയ്യുമ്പോഴാണ്. മനുഷ്യന്മാരൊക്കെ തെറ്റ് ചെയ്യുമ്പോ ഭൂമിയുടെ ബറക്കത്ത് അല്ലാഹു എടുത്തു കളയും. പിന്നെ തേങ്ങ പിടിക്കൂല, പിന്നെ അടക്ക ഉണ്ടാവൂല, പിന്നെ റബ്ബർ ഉണ്ടാവൂല. ഒരു ബറക്കത്ത് ഭൂമിയിൽ നിന്ന് അല്ലാഹു എടുത്തു കളയും മനുഷ്യന്മാരൊക്കെ തെറ്റ് ചെയ്യുമ്പോ. അതുകൊണ്ട് മൻ അറാദ ആഫിയത്തൽ ജിസ്മി, ശരീരത്തിന്റെ ആരോഗ്യം ഒരാൾ സൂക്ഷിക്കണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ, മരിക്കുന്നത് വരെ ആരോഗ്യം വേണം എന്ന് നമ്മൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, പഴയകാല വൈദ്യശാസ്ത്രത്തിലെ മുൻഗാമികളായ ആളുകൾ പറഞ്ഞ ഒരു വേർഡ് ഉണ്ട്, ഒരു വാക്കുണ്ട്, മൻ അറാദ ആഫിയത്തൽ ജിസ്മി, മരിക്കുന്നത് വരെ ആരോഗ്യം വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയുഖ്ലിലി തുആമ വശറാബ, വെള്ളവും ഭക്ഷണവും കുറക്കണം. നമ്മുടെ പെണ്ണുങ്ങൾ എന്താ വിചാരിച്ചത്? നല്ലോണം തിന്നാൽ നല്ലോണം ആരോഗ്യം ഉണ്ടാവുന്ന അല്ലേ? നിങ്ങൾക്ക് ഉമ്മമാര്, നിങ്ങളൊക്കെ ഭാര്യമാർ അങ്ങനല്ലേ മക്കളെ തീറ്റുന്നത്? തിന്നുന്നില്ല എന്ന ഒരൊറ്റ പരാതി. അവര് വിചാരിക്കുന്നത് തിന്നുന്നതിനനുസരിച്ച് മക്കൾ വലിയ ശക്തിമാനായി മാറുന്ന. എത്രത്തോളം തീറ്റ കുറയുമോ അത്രത്തോളം മക്കൾക്ക് ആരോഗ്യം ഉണ്ടാവും. എത്രത്തോളം തീറ്റ കൂടുന്നുവോ അത്രത്തോളം ഈ കുട്ടി ഒരു മന്ദബുദ്ധിയായി, ഈ കുട്ടി ഒന്നിനും കൊള്ളാത്ത ഒരു ഇംഗ്ലീഷ് കോഴിക്കുഞ്ഞിയെ പോലെ മാറും. നമ്മുടെ ഉമ്മമാരും നമ്മുടെ വീട്ടിലുള്ള ഭാര്യമാരൊക്കെ നമ്മുടെ മക്കളോട് പറയുന്നതാണ്, തീരെ തിന്നുന്നില്ല. ഒരു പത്തിരി തിന്നിട്ടുണ്ടാകും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പത്തിരി ധാരാളം, ഒരു കടുമ്പ് ധാരാളം, ഒരു ദോശ ധാരാളം, ഒരു പൂരി ധാരാളമാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഈ കുട്ടിയാണ് തിന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും തീറ്റിച്ച് കുട്ടികളെ രോഗികളാക്കി മാറ്റുന്ന ഉമ്മമാർ. അതുകൊണ്ട് ഉമ്മമാരെ ശ്രദ്ധിച്ചോ. സ്നേഹം കൊണ്ട് തീറ്റയ്ക്കല്ല വേണ്ടത്. സ്നേഹമുള്ള ഉമ്മമാർ തീറ്റയിൽ നിന്ന് മക്കളെ കുറപ്പിക്കുകയാണ് വേണ്ടത്, തീറ്റയിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് വേണ്ടത്. മൻ അറാദ ആഫിയത്തൽ ജിസ്മി, ശരീരത്തിന്റെ ആരോഗ്യം ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയുഖ്ലിലി തുആമ, അയാൾ ഭക്ഷണം കുറക്കണം, ശറാബ, വെള്ളവും കുറക്കണം. എല്ലാം ആവശ്യത്തിന്. കുലു വശ്റബു വലാ തുസ്രിബു, പിടിക്കണം, തിന്നണം, അമിതം വേണ്ട. വമൻ അറാദ ആഫിയത്തൽ ഖൽബി, ഇനി മനസ്സിന്റെ ആരോഗ്യം. ശരീരത്തിനൊക്കെ ആരോഗ്യമുണ്ട്, മനസ്സിനൊരു സമാധാനമില്ല. അങ്ങനെ ഉണ്ടാകും ചില ആളുകൾ. സമാധാനമില്ല ഉസ്താദ്, എന്താ ചെയ്യേണ്ടത്? വമൻ അറാദ ആഫിയത്തൽ ഖൽബി, ഹൃദയത്തിന്റെ ആഫിയത്ത്, ഹൃദയത്തിന്റെ ആരോഗ്യമാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഫല്യത്റുകിൽ ആസാമ, തെറ്റുകളിൽ നിന്ന് അയാൾ മാറി നിൽക്കണമെന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നമ്മോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ശരീരത്തിന് രോഗങ്ങൾ നമ്മളായിട്ട് വിളിച്ചു വരുത്തുകയാണ്. അമിതമായ ഭക്ഷണത്തിലൂടെ, നിയന്ത്രണമില്ലാത്ത ഭക്ഷണത്തിലൂടെ എന്ത് തിന്നണം, എങ്ങനെ തിന്നണം, എപ്പോ തിന്നണം, എത്ര തിന്നണം എന്നറിയാതെ ഇങ്ങനെ തിന്നെ, കണ്ടതൊക്കെ തിന്നെ. ഒരാൾ ഭക്ഷണം കഴിക്കാൻ, ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ, അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ അയാളുടെ വയറ് നിറഞ്ഞു. കല്യാണ വീടാണെന്ന് സങ്കല്പിക്കുക. വയറ് നിറഞ്ഞു, ഒരു പകുതി ഭക്ഷണം ഇവിടെ ബാക്കിയുണ്ട്. രണ്ട് ഓപ്ഷനാണ് അവിടെ ഉള്ളത്. ഒന്നുകിൽ അയാൾ വയറ് നിറഞ്ഞപ്പോൾ എണീറ്റിട്ട് പോവുക,
അല്ലെങ്കിൽ ആ എടുത്ത ഭക്ഷണം മുഴുവനും തിന്നു തീർക്കാം. നിങ്ങളോട് ഏതാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറയും ആ ഭക്ഷണം മുഴുവനും തീർത്തിട്ട് എണീക്കാൻ പാടുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. അയാളുടെ വേറെ നിറഞ്ഞാൽ അയാൾ എണീറ്റിട്ട് പോകണം. ആ ഭക്ഷണം ഒരു നായക്കോ മൃഗത്തിനോ കൊടുക്കലാണ് അയാളുടെ വേറ്റത്തേക്ക് നിറക്കുന്നതിനേക്കാളും നല്ലത്. അങ്ങനെ ഭക്ഷണം തീർക്കാൻ ആരും പറഞ്ഞിട്ടില്ല. എടുക്കുമ്പോൾ ആലോചിച്ചിട്ട് എടുത്താൽ മതി. ഈ ബൊഫയൊക്കെ കാണുമ്പോൾ ആവേശത്തിൽ കാണുന്നതൊക്കെ ഇങ്ങനെ കോരി നിറച്ചിടുന്ന കുറച്ച് സ്വഭാവമുണ്ട് നമ്മൾക്ക് മലയാളികൾക്ക് മാത്രമുള്ള ഒരു സ്വഭാവമാണ്. ഫലസ്തീനിൽ പോയപ്പോൾ ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ട് മുമ്പ് എന്തോ മധുര പലഹാരം കുടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുടിക്കാനുണ്ടായി. അങ്ങനെ നമ്മളൊക്കെ പള്ളിയിൽ കയറുന്ന സമയത്ത് ഗൈഡ് പറയാണ്, ഈ കേരളക്കാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഭക്ഷണം കണ്ടാൽ ഒരു ആർത്തിയുള്ളൂ. ഭക്ഷണം കണ്ടാൽ അതിലേക്ക് ചാടി വന്നിട്ട് എല്ലാം എടുത്തിങ്ങനെ പോക്കറ്റിലും ഈശയിലൊക്കെ ഇട്ട് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം കേരളക്കാർക്കേ ഉള്ളൂ. ഏതെങ്കിലും പള്ളിയിലൊക്കെ കുടിക്കാനുള്ള വെള്ളം വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, കുടിച്ചിട്ട് ആ കുപ്പി അവിടെ കളയാം. അങ്ങനെയല്ല, നമ്മൾ ഒന്ന് കുടിക്കും, ബാക്കി 2 എണ്ണം പോക്കറ്റിലിട്ട് റൂമിലേക്ക് കൊണ്ടുവരും. ഇതൊക്കെ മലയാളികളുടെ സ്വഭാവമാണ്. ഇതൊക്കെ നിർത്തിയേ പറ്റൂ. നമ്മൾ പോക്കറ്റിലിട്ട് കൊണ്ടുവരാനല്ല പള്ളിയിൽ വെള്ളം വെക്കുന്നത്, ആ പള്ളിയിലേക്ക് വരുന്ന ഭക്തജനങ്ങളുടെ ദാഹമകറ്റാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ഉംറക്ക് പോയാലും അതുപോലെ ചരിത്രഭൂമിയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ മലയാളികളിൽ മാത്രം ഉണ്ടാകുന്ന ഭക്ഷണം കാണുമ്പോൾ ഒരു എന്തൊന്നില്ലാത്ത അത്യാർത്തി, ഇതുവരെ ഭക്ഷണം കാണാത്തതുപോലെ. ചീരനൊക്കെ വാങ്ങുമ്പോൾ ഒരു എന്തൊന്നില്ലാത്തൊരു ആർത്തി ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ വിചാരിക്കും നാട്ടിൽ ഇതുവരെ ഒരു കല്യാണം, ഒരു നെച്ചോറും ബീഫൊന്നും ഉണ്ടായിട്ടില്ലേ. ഇന്നലെ വരെ വലിയ കല്യാണം ഉണ്ടായിട്ടുണ്ടാവും, മൂക്കറ്റം വരെ തിന്നിട്ടുണ്ടാവും, ഇന്ന് ഉച്ചക്കും മട്ടൻ ബിരിയാണി അടിച്ചിട്ടുണ്ടാവും. എന്നാലും രാത്രി ചീരനുണ്ടെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി എന്തെന്നില്ലാത്തൊരു അടിപിടി. അങ്ങനെ ഒരു സ്വഭാവം നമ്മൾ കേരളക്കാർക്ക് പ്രത്യേകിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മാറ്റണം. ബൊഫയൊക്കെ ഭക്ഷണം കല്യാണത്തിനുണ്ടെങ്കിൽ അത് 2-3 പ്ലേറ്റ് നിറയെ കൊണ്ടുവന്നിട്ട് മൂക്കറ്റം വരെ നിന്ന് കുറെ ബാക്കി വെക്കലല്ല. ആവശ്യമുള്ള ഒരൽപ്പം എടുത്തിട്ട് വന്നിട്ടിരിക്കുക, എന്നിട്ട് കഴിക്കുക. കഴിച്ചിട്ട് വീണ്ടും വേണമെന്ന് തോന്നിയാൽ വീണ്ടും പോയിട്ട് എടുക്കുക. അത് അപ്പോഴും ആവശ്യമുള്ളത് മാത്രം എടുക്കുക. പിന്നെയും വേണമെന്ന് തോന്നിയാൽ പിന്നെയും പോയിട്ട് എടുക്കുക. അതല്ലാതെ പ്ലേറ്റ് നിറയെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് മൂക്കറ്റം വരുത്തുന്ന ഇനി തിന്നാൻ കഴിയാത്തത് കൊണ്ടുപോയിട്ട് കളയലല്ല. അത് നമ്മൾ സ്വയം സെലക്ട് ചെയ്യേണ്ടതാണ്. നേരെ മറിച്ച് നിങ്ങൾ കല്യാണത്തിന് പോകുമ്പോൾ പ്ലേറ്റിലാണ് ബിരിയാണി വെച്ചിട്ടുള്ളത്. ആ ബിരിയാണി നിങ്ങൾ കഴിച്ച് പകുതിയാകുമ്പോൾ നിങ്ങൾക്ക് വേറെ നിറഞ്ഞു. നിങ്ങൾ ഫുള്ള് തിന്നണ്ട, എണീറ്റിട്ട് പോയിക്കോളി, നിങ്ങൾ നായ കൊടുത്തോളി, അതാ നല്ലത്. തിന്നണ്ട. നിങ്ങളുടെ ശരീരത്തെ രോഗിയാക്കുന്ന രീതിയിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ട. മഹാനായ ലുക്മാൻ അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളത് തിന്നുന്നതിനേക്കാളും നല്ലത് നായകൾക്ക് കഴിക്കാൻ കൊടുക്കല നല്ലത്. മുക്കറ്റം വരെ തിന്നിട്ട് നിങ്ങൾ രോഗിയാവലല്ല, തിന്നാനില്ലാത്ത മൃഗങ്ങളും നായകളും പശുക്കളൊക്കെ ഉണ്ടാകും, അവർക്ക് കൊടുത്താൽ മതി. ഹോട്ടലിൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ ആവശ്യമുള്ളത് ഓർഡർ ചെയ്താൽ മതി. ആദ്യം തന്നെ ഒരു ആവശ്യത്തിൽ ചിക്കൻ അൽഫാമും ഗ്രിൽ ചിക്കനും പൊറോട്ടയും കുബൂസും എല്ലാം ഓർഡർ ചെയ്ത് അവസാനം എല്ലാം ബാക്കിയാലും നമ്മൾക്കത് ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് ഒരിക്കലും ഓർഡർ ചെയ്യരുത്. കുറച്ച് ഓർഡർ ചെയ്യാം. ഒരു പൊറോട്ട അത്ര ഓർഡർ ചെയ്ത് 5 പൊറോട്ട ഓർഡർ ചെയ്യേണ്ട, ഒരു പൊറോട്ട. അത് കഴിച്ചു കഴിഞ്ഞ് ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ മാത്രം എടുത്ത പൊറോട്ട. അല്ലെങ്കിൽ കഴിക്കണ്ടല്ലോ. ഒരു പൊറോട്ട എന്ന് വേറെ നിറഞ്ഞു തോന്നിയാൽ നിർത്തിപ്പോരാ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊറോട്ട ധാരാളമാണ്. രണ്ടാമതൊരു പൊറോട്ട കഴിക്കാന്ന് പറഞ്ഞാൽ തന്നെ രോഗിയാണ്. അപ്പൊ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് സൂചിപ്പിച്ച വിഷയം അല്ലാഹു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും ആഖിറത്തിന് വേണ്ടി മത്സരിക്കുന്നവരാവുക, ദുനിയാവിന് വേണ്ടി മത്സരിക്കുന്നവരാവരുത്. ഒരു മഹാനായ ഒരു മനുഷ്യനെ കാണാൻ ഒരാൾ ചെന്നു. അയാൾ വലിയ സങ്കടത്തിലാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, മാ യുബ്കീക്, നിങ്ങൾ എന്തിനാ കരയുന്നത്? ഒരു മഹാനോട് ചോദിക്കുകയാണ്, മാ യുബ്കീക്, നിങ്ങൾ എന്തിനാ കരയുന്നത്? ഹൽ മിൻ വജഇൻ, വല്ല വേദന ഉണ്ടോ? എന്തെങ്കിലും ശരീരത്തിന് വേദനയുണ്ടോ? നിങ്ങൾ എന്തിനാ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, അശദ്, അതിനേക്കാളൊക്കെ വലിയ പരീക്ഷണമാണ് ഞാൻ നേരിടുന്നത്. അടുത്ത ചോദ്യം ചോദിച്ചു, കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചോ? എന്തിനാ ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചോ? അദ്ദേഹം പറഞ്ഞു, അശദ്, ഇതൊന്നല്ല, അതിനേക്കാളും വലിയ പരീക്ഷണം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഫഖത്ത മാലക്, നിങ്ങളുടെ സമ്പത്ത് നശിച്ചു പോയോ, നഷ്ടപ്പെട്ടു പോയോ? അദ്ദേഹം പറഞ്ഞു, അശദ്, അതിനേക്കാളും വലിയ പരീക്ഷണമാണ് ഞാൻ അനുഭവിക്കുന്നത്. അപ്പൊ ചോദിച്ചു, മല്ലദീ അശദ്ദു മിൻ കുല്ലി ഹാദാ, ഇതിനേക്കാളും വലിയ പരീക്ഷണം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിംതു ബിൽ അംസി, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോ വലം അഖ്റ വിർദി,
എൻ്റെ വിർദ് എനിക്ക് ഓതാൻ പറ്റിയില്ല. ഞാൻ എല്ലാ ദിവസവും ഉറങ്ങുമ്പോൾ കുറച്ച് വിർദ് ചെല്ലാറുണ്ട്, മുൽക്ക് സൂറത്ത് ഓതാറുണ്ട്, ആയത്തുൽ കുർസി ഓതാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാറുണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ എനിക്കത് ചെല്ലാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി. വമാ ദാലിക ഇല്ലാ ലിദംബിൻ അദ്നബ്തുഹു, ഞാൻ ചെയ്ത തെറ്റു കാരണം അള്ളാഹു എനിക്ക് തന്ന പരീക്ഷണാണത്. എന്തുകൊണ്ട് എനിക്ക് ഇന്നലെ തബാറക്ക് ഓതാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ഇന്നത്തെ സുബഹി നഷ്ടമായത്? എന്തുകൊണ്ടാണ് എൻ്റെ തഹജ്ജുദ് നഷ്ടമായത്? ഞാൻ ഇന്ന് ചെയ്ത ഏതോ ഒരു തെറ്റുകാരണത്താൽ അള്ളാഹു എൻ്റെ ആ നന്മയെ തടഞ്ഞു വെച്ചതാണ്, അതാണ് ഞാൻ കരയുന്നത്. ഈ ഒരു ചിന്ത നമ്മൾക്ക് ഉണ്ടാവണം മുഅ്മിനീങ്ങളെ. നന്മയിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ, നന്മ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മൾക്കുണ്ടാകുമ്പോൾ എപ്പോഴും ഇങ്ങനൊരു ബോധം നമ്മൾക്കുണ്ടാവുക, ഞാൻ ചെയ്യുന്ന തെറ്റ് കാരണത്താൽ അള്ളാഹു തടയുകയാണോ എന്നൊരു പേടി നമ്മൾക്കുണ്ടാവുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ബോധം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.